നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ നിഡാസിന്റെ 79ാം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നിഡാസിൽ കൈകാര്യം ചെയ്തു വരുന്നത്. നിഡാസ് പ്രധാനമായും ഭിന്നശേഷിയുള്ളവർക്കും അവരെ പരിപാലിക്കുന്നവർക്കും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനിൽ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ് ചോദ്യോത്തരവേളയുമായിട്ടാണ് നടത്തിവരുന്നത്. ഇന്നത്തെ നിഡാസ് ഗൂഗിൾ മീറ്റിലും നിഡാസിന്റെ യൂട്യൂബ് ചാനലിലും കാണാവുന്നതാണ്. ഗൂഗിൾ മീറ്റ് ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസ് കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് മൈക്ക്, പ്രസന്റേഷൻ മോഡ് തുടങ്ങിയവ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളതല്ല. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുന്നതാണ്. ക്ലാസിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരിൽ കാണുന്ന ആശയവിനിമയ പ്രശ്നങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളും. ഒരു നാഡീവികാസ സംബന്ധ അവസ്ഥയായ ഭൗതിക വെല്ലുവിളിയിൽ ഒരു കുട്ടിയുടെ വളർച്ചയുടെ പല മേഖലകളിൽ ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട്. ആശയവിനിമയം, ചലനശേഷി, ദൈനംദിന പ്രവർത്തനത്തിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ തുടങ്ങിയവ. ഇതിൽ ആശയവിനിമയ പ്രശ്നങ്ങൾ എന്തൊക്കെ? ഒപ്പം ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണ്, ഇതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നിഡാസിൽ സംസാരിക്കുന്നത്. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ മിസ് അശ്വതി എ.കെ, സ്പീച്ച് ടെക്നോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ സയൻസസ്, നിഷ്. കഴിഞ്ഞ 15 വർഷമായി ഈ പ്രവർത്തിച്ചു വരുന്നു. മാഡം ഓറൽ പ്ലേസ്മെന്റ് തെറപ്പി തുടങ്ങിയ തെറപ്പി അപ്രോച്ചസിൽ സർട്ടിഫൈഡ് തെറപ്പിസ്റ്റ്. വെൽക്കം അശ്വതി മാം. ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ സൈൻ ലാംഗ്വേജ് പരിഭാഷയുണ്ട്. സൈൻ ഇന്റർപ്രിട്ടേഷനായി മിസ് ശാന്തിയെ പിൻ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനായി മിസ് അശ്വതിയെ ക്ഷണിക്കുന്നു. എല്ലാ പാർട്ടിസിപ്പൻസും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഒരു ചോദ്യാവലിയുടെ ലിങ്കാണ്. എല്ലാ പാർട്ടിസിപ്പൻസും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് നൽകുന്നതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസ് എല്ലാവരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരിൽ കാണുന്ന ആശയവിനിമയ പ്രശ്നങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളും എന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് ഭൗതിക വെല്ലുവിളി? ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ഭൗതിക വെല്ലുവിളി, അതുപോലെ തന്നെ ഭൗതിക വെല്ലുവിളി ഉണ്ടാകുന്ന കുട്ടികളിലുള്ള ചലനശേഷി പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം മുൻപുണ്ടായിരുന്ന നിഡ സീരീസിൽ ഫിസിയോതെറപ്പിസ്റ്റും സൈക്കോളജിസ്റ്റും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇന്ന് എന്താണ് ഭൗതിക വെല്ലുവിളി എന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയുന്നതാണ്. ഭൗതിക വെല്ലുവിളി എന്നത് കുട്ടിക്കാലത്ത് തന്നെ കണ്ടുവരുന്ന നാഡീ സംബന്ധമായ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ആശയപരമായും സാമൂഹ്യപരമായും പെരുമാറ്റങ്ങളിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഇതിനെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. നേരിയ ഭൗതിക വെല്ലുവിളി, മിതമായ വെല്ലുവിളി, കഠിനമായ വെല്ലുവിളി, അതികഠിനമായ വെല്ലുവിളി, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അങ്ങനെ പല രീതിയിൽ നമ്മൾ അതിനെ പറയപ്പെടുന്നു. ഇനി ഈ ഭൗതിക വെല്ലുവിളികൾ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്? ലഹരി ഉപയോഗം, അതുപോലെ റേഡിയേഷനുകൾ, ഗർഭാവസ്ഥയിൽ മാതാപിതാക്കൾ പലതരത്തിലുള്ള ലഹരി പദാർത്ഥം, അതുപോലെ റേഡിയേഷൻ, എക്സ്റേ, ഫാക്ടറിയുടെ അടുത്തുള്ള താമസം, ഇവിടെ നിന്നുള്ള റേഡിയേഷനുകൾ, ഇതെല്ലാം ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഭൗതിക വെല്ലുവിളി ഭാവിയിൽ നേരിടുന്നതിന് കാരണമാകുന്നു. അതുപോലെ പോഷകാഹാരക്കുറവ്, ഉദാഹരണത്തിന് പ്രസവത്തിന് മുൻപുള്ള അയഡിന്റെ കുറവ്, അതുപോലെ പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കിട്ടാതെ വരുന്ന അവസ്ഥ, ഇതെല്ലാം വെല്ലുവിളി ഭാവിയിൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. കുട്ടിക്കാലത്തെ മസ്തിഷ്കാണ്, അതുപോലെ തലച്ചോറിനുണ്ടാകുന്ന ആഴത്തിലുള്ള പരുക്ക്,
വീഴുക, അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അണുബാധകൾ, പലതരത്തിലുള്ള ഇൻഫെക്ഷൻ, അതിനുദാഹരണം റുബെല്ല, സൈറ്റോമെഗാലോ വൈറസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം കുഞ്ഞു ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ, അമ്മയ്ക്ക് പിടിപെടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഇനി ജനന സംബന്ധമായ പ്രശ്നങ്ങൾ, ഡെലിവറി സമയത്ത്, പ്രസവിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സർജറി ആണെങ്കിൽ, അതായത് സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് നീണ്ടു നിൽക്കുന്ന പ്രസവം, അതുപോലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തെ ബാധിക്കുന്നു. ഇനി മറ്റ് ജനിതക കാരണങ്ങൾ, അതായത് തലമുറകളാൽ കടന്നു വരുന്ന ചില പ്രശ്നങ്ങൾ, കുടുംബത്തിൽ പല തലമുറകൾക്ക് മുൻപ് ഏതെങ്കിലും ഒരു കുടുംബാംഗത്തിനുണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഒരു തലമുറയിൽ വരുന്നതുമാകാം. അതുപോലെ തന്നെ നമ്മുടെ ജനിതകമായ ഘടകങ്ങളിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരുന്നത് കൊണ്ടും സിൻഡ്രോമുകൾ, ഫ്രാജൈലിക് സിൻഡ്രോം, അങ്ങനെയുള്ള പലതരത്തിലുള്ള സിൻഡ്രോമുകളും കാണപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഭൗതികമായ വളർച്ചയെ ബാധിക്കുകയും അത് പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും അല്ലെങ്കിൽ ആശയപരമായുള്ള ഒന്ന് തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്തെല്ലാം പരിശോധനകളാണ് ഇതിനുള്ളത്? ആദ്യകാലങ്ങളിൽ തന്നെ ഭൗതിക വെല്ലുവിളി കാരണം ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ സാധിക്കും. ആരംഭകാലത്തിൽ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തി പരിഹരിക്കുന്നത് വഴി ജീവിത നിലവാരം മെച്ചപ്പെടുത്താവുന്നതാണ്. ഇതിലെല്ലാ മേഖലകളിൽ നിന്നുമുള്ള വിദഗ്ധർ ഉൾപ്പെട്ട് വേണ്ട പരിഹാരങ്ങളും നൽകേണ്ടത് വളരെ ആവശ്യമാണ്. ഇതുവഴി മാതാപിതാക്കൾക്ക് പ്രശ്നം തിരിച്ചറിയുന്നതിനും അധ്യാപകരോടൊപ്പം മറ്റു വിദഗ്ധരുമായും ചേർന്ന് കുട്ടിക്ക് മികച്ച പരിചരണം ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ ഈ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊരാളാണ് ഈ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഉണ്ടാകും സ്പീച്ച് തെറപ്പിസ്റ്റ്, സ്പീച്ച് ട്രെയിനർ, എഡ്യൂക്കേറ്റർ, അതുപോലെ ടീച്ചർ, പലരും ടീച്ചർ, പല സ്കൂളുകളിലും വർക്ക് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ പല മേഖലകളിലും പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗക്കാരാണ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. അപ്പൊ ആശയവിനിമയ പ്രശ്നങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളും കണ്ടെത്തി വേണ്ടുന്ന ചികിത്സയാണ് ഈ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് നൽകാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ആശയവിനിമയ പ്രശ്നം എന്നാൽ? കാര്യങ്ങൾ കേൾക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും പറയുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകളെയാണ് ആശയവിനിമയ തകരാറ് എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്നത്. ഇത് ഓരോ വ്യക്തിയും നേരിടുന്ന പ്രശ്നങ്ങളും അതിന്റെ സങ്കീർണതയും അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് കഴിക്കുന്ന ഭക്ഷണ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഫീഡിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ പോഷകാഹാരം ലഭിക്കാനുള്ള സാധ്യത, വളർച്ച, വികസനം, മാനസികാരോഗ്യം എന്നിവയെ വളരെയധികം ബാധിക്കുന്നു. അപ്പൊ ഈ രണ്ട് വിഷയത്തിലും, ആശയവിനിമയത്തിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അഥവാ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്, അതും അല്ലെങ്കിൽ SLP എന്ന് പറയും, ഈ വിഭാഗക്കാർ, ഈ വിദഗ്ധർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ആശയവിനിമയ തകരാറുകളും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം എന്നുള്ളതാണ്. ആശയവിനിമയ തകരാറുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് പറയാം. ഡിസോർഡർ, ലാംഗ്വേജ് ഡിസോർഡർ, ഫ്ലുവൻസി ഡിസോർഡർ, വോയിസ് ഡിസോർഡർ. അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രണ്ട് ഘടകങ്ങൾ, ഓറൽ സെൻസറി സ്കിൽ, അതുപോലെ ഓറോമോട്ടോ സ്കിൽ. ഇത് ഓരോന്നും എന്താണെന്ന് വിശദമായി ഞാൻ പറയുന്നതാണ്. സ്പീച്ച് ഡിസോർഡർ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഉച്ചാരണ പ്രശ്നങ്ങൾ. സ്ഥലങ്ങളിൽ പല രീതിയിൽ ഇതിനെ പറയാറുണ്ട്. കൊത്തല, കൊഞ്ഞ എന്നുള്ള വാക്കുകളെല്ലാം ഇതിന് ഉപയോഗിക്കാറുണ്ട്. ഇത് പേശികൾ, ഞരമ്പുകൾ, വായുടെ ഘടന എന്നിവയിലുള്ള തകരാറുകൾ കാരണമാണ് ഈ ഒരു പ്രശ്നം നമ്മളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സംസാരിച്ചു തുടങ്ങാൻ താമസം ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ അക്ഷരങ്ങൾ പഠിച്ചെടുക്കാൻ വൈകുകയും അത് ഉച്ചാരണ പ്രശ്നത്തിന് ഒരു കാരണമാവുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി ലാംഗ്വേജ് ഡിസോർഡർ. ലാംഗ്വേജ് ഡിസോർഡർ എന്നാൽ എന്താണ്? ഭാഷാപരമായ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനും വാക്കുകൾ അർത്ഥവത്തായി പറയുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകളാണ്. അതായത് ഒരു ഭാഷ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിനകത്തുള്ള ചിന്തകൾ നിങ്ങളോട് എങ്ങനെ അർത്ഥവത്തായി പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള എന്റെ ആ ഒരു കഴിവ്, ഞാൻ ആ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്നോടൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ആ ചോദ്യം എനിക്ക് മനസ്സിലാക്കി അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് തരാൻ കഴിയുകയാണെങ്കിലും അവിടെ ഒരു ആശയവിനിമയം
നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് ഭാഷ, മലയാളം എന്നോ ഇംഗ്ലീഷ് എന്നോ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ചിന്ത, അതാണ് ലാംഗ്വേജ് ഡിസോർഡർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഫ്ലുവൻസി ഡിസോർഡർ. ഫ്ലുവൻസി ഡിസോർഡർ എന്നാൽ സംസാരത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുന്നു. അത് സംസാരത്തിന്റെ വേഗത, താളം, ഒഴുക്ക് എന്നിവയിൽ ഇത് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വിക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വിക്കുള്ള സംസാരിക്കുമ്പോൾ ഒന്നുകിൽ അക്ഷരങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു, അല്ലെങ്കിൽ വായ തുറന്ന് ആ വാക്ക് പറയാൻ സാധിക്കാതെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഫ്ലുവൻസി ഡിസോർഡറായി കണക്കാക്കപ്പെടുന്നത്. ഇതും നമ്മുടെ ആശയവിനിമയത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അടുത്തതായി വോയിസ് ഡിസോർഡർ ആണ്. വോയിസ് ഡിസോർഡർ എന്നാൽ ശബ്ദത്തിന്റെ ഗുണനിലവാരത്തെയാണ് ഇത് ബാധിക്കുന്നത്. ഉദാഹരണത്തിന് പരുക്കൻ ശബ്ദം. നമ്മൾ പല ശബ്ദത്തിലുള്ള ആൾക്കാരെ കിട്ടണം. നല്ല ഒച്ചത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ, ഒച്ച താഴ്ത്തി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകും. കുറച്ചധികം നേരം സംസാരിക്കുമ്പോൾ ശബ്ദമില്ലാതെ വരുന്ന അവസ്ഥയുണ്ടാകും. ചുമയ്ക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോ ടീച്ചേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം വളരെ ഹാർഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം വർഷങ്ങളോളം ശബ്ദം ഉപയോഗിച്ച് അവരുടെ ശബ്ദം, വോക്കൽ ഫോൾഡ് എന്ന് പറയും, ശബ്ദം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു അവയവമാണ്, തൊണ്ടയിലുള്ള ഒരു അവയവമാണ്. അതില് ചെറിയ ക്ഷതങ്ങളെല്ലാം സംഭവിച്ച് അവരുടെ ശബ്ദം അങ്ങനെ ആയി പോകുന്നുണ്ട്. അപ്പൊ ശബ്ദത്തിന്റെ ക്വാളിറ്റി, ശബ്ദത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു. ഇപ്പോ പാട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ശബ്ദം വളരെയധികം സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. അവര് ചൂടുവെള്ളം കുടിച്ചും വളരെ ശബ്ദം ഒച്ചത്തിൽ ഉപയോഗിക്കാതെയും അവർ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് വോയിസ് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം, ഈ സ്പീച്ച് സൗണ്ട് ഡിസോർഡർ, ലാംഗ്വേജ് ഡിസോർഡർ, ഫ്ലുവൻസി ഡിസോർഡർ, വോയിസ് ഡിസോർഡർ, ഇത് കാരണമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള ഏതവസ്ഥയിലും വളർച്ചാ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളിലും വരാവുന്ന പ്രശ്നങ്ങളാണ് ഈ ആശയവിനിമയം. അതുപോലെ തന്നെ ിലും ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു സംസാരം നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം. അതുപോലെ ഒരു സ്ട്രോക്ക് വന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവരിലാണെന്നുണ്ടെങ്കിലും ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിന് സഹായിക്കാൻ സാധിക്കും. ഇനി ഞാൻ വളർച്ചാ കാലഘട്ടങ്ങളിൽ, അതായത് ഒരു ജനിക്കുന്നിടം മുതൽ ഒരു 18 മാസം വരെയുള്ള കാലയളവിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കുഞ്ഞുങ്ങളിൽ വരുന്നത്, അവരുടെ നാഴികക്കല്ലുകൾ എന്തൊക്കെയാണെന്നൊന്ന് ചുരുക്കത്തിൽ പറയാം. ശരിക്കു പറഞ്ഞാൽ അവസ്ഥയിൽ തന്നെ ആശയവിനിമയ ശേഷി പതുക്കെ ഡെവലപ്പ് ചെയ്ത് കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ മുതലേ തുടങ്ങുന്നു അവരുടെ ഡെവലപ്പ്. എന്നിരുന്നാലും ജനനശേഷം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ജനിച്ച ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പൊ മുതലുള്ള ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. ജനനം മുതൽ 3 മാസം വരെ പ്രായത്തിൽ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നിശബ്ദമായോ പുഞ്ചിരിയോടെയോ നിങ്ങളുടെ സംസാരത്തിന് അവർ പ്രതികരിക്കുന്നു. നിങ്ങളോടൊപ്പം ശബ്ദം ഉണ്ടാക്കുന്നു. അതുപോലെ അവരുടെ വികാരങ്ങളെ അറിയിക്കുന്ന രീതിയിൽ വ്യത്യസ്തമായ ശബ്ദങ്ങൾ, പലതരത്തിൽ കരയുന്നു. ചില ശബ്ദങ്ങൾ എന്നീ ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെയും ചില വസ്തുക്കളെയും അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. അതുപോലെ ശബ്ദങ്ങളോടോ സംസാരിക്കുന്ന ആളുകളിലേക്കോ തിരയുകയോ നോക്കുകയോ ചെയ്യുന്നു. അടുത്തതായി 4 മുതൽ 6 മാസം വരെയുള്ള കാലയളവിലാണ്. ഈ ഒരു കാലയളവിൽ കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് വീഴുകയും ചില കുഞ്ഞുങ്ങൾ പതുക്കെ എഴുന്നേറ്റ് ഇരിക്കാനുള്ള ശ്രമം ഇരിക്കുന്നു എന്നുള്ളത് ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രായത്തിൽ സന്തോഷത്തോടുകൂടി ഭാഷയുടെ ഡെവലപ്മെന്റിൽ അവർ സന്തോഷത്തോടുകൂടി ചിരിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ മുഖഭാവങ്ങളോട് താല്പര്യമുള്ള വസ്തുക്കളിലേക്ക് നോക്കുകയും കണ്ണുകൾ കൊണ്ട് വസ്തുക്കളെ പിന്തുടരുകയും ചെയ്യുന്നു. ശബ്ദമുണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളോട് പ്രതികരിക്കുന്നു. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കളിക്കുന്നു. അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾ പോലെയുള്ള ചില ശബ്ദങ്ങളെല്ലാം അവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അടുത്തതായി 7 മുതൽ 9 മാസം വരെയുള്ള പ്രായത്തിൽ അവർ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നു. അതുപോലെ ഇല്ല, അല്ലെങ്കിൽ വേണ്ട, നോ എന്നെല്ലാം നമ്മൾ ശക്തമായി പറയുമ്പോൾ അതെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ചില മമ്മ, പപ്പ അങ്ങനെയുള്ള ശബ്ദങ്ങൾ തുടർച്ചയായി ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായി ഉണ്ടാക്കി അവർ കളിക്കുന്നതായി നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ സങ്കടം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അന്വേഷിക്കാറുണ്ട്. കുട്ടിയെ എടുക്കാൻ തുടങ്ങുമ്പോൾ കുട്ടി 2 കൈകളും ഉയർത്തി കാണിക്കാറുണ്ട്. അതുപോലെ ചില ആളുകളുടെയും വസ്തുക്കളുടെയും പേരുകൾ പറയുമ്പോൾ അവർ തിരിച്ചറിയുന്നു. അമ്മ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ആവശ്യമില്ലാത്ത വസ്തുക്കൾ അവർ വേണ്ട എന്നുള്ള ഭാവം അത് കാണിക്കാൻ പഠിക്കുന്നു ഈ ഒരു കാലയളവിൽ. അടുത്തതായി 10 മുതൽ 12 മാസം വരെയുള്ള കാലയളവാണ്. അതായത് കുഞ്ഞ് ഏകദേശം പിടിച്ച് നടന്നു തുടങ്ങുകയും അതുപോലെ ഒറ്റയ്ക്ക് നടക്കാനെല്ലാം ആരംഭിക്കുന്ന ഒരു കാലയളവാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ ആവശ്യ വസ്തുക്കൾ തിരയുന്നു. അതുപോലെ അവർ വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കുകയും നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തരികയും ചെയ്യുന്നു.
മറ്റുള്ളവരുടെ ആംഗ്യങ്ങൾ അവർ അനുകരിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ പലതരം കളികളിൽ അവർ ഏർപ്പെടുകയും ചെയ്യും. അതായത് നമ്മുടെ ഒളിച്ചു കളിക്കുക, നമ്മൾ കണ്ണുപൊത്തി കളിക്കുക, അങ്ങനെയുള്ള കളികളിലെല്ലാം അവർ കളിക്കാനൊക്കെ തുടങ്ങും ഈ ഒരു കാലയളവിൽ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ അനുകരിക്കാനും ശ്രമിക്കാറുണ്ട്. നൃത്തം, പാട്ട് എന്നിവ ആസ്വദിക്കാൻ തുടങ്ങുന്നു. അതുപോലെ ബൈ ബൈ കാണിക്കൂ, അമ്മയെ നോക്കൂ, ഇവിടെ വരൂ എന്നുള്ള ചെറിയ കമാൻഡ്സ് അതെല്ലാം അവര് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ അമ്മ അങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് അർത്ഥവത്തായി അമ്മയെ നോക്കി അമ്മ എന്നും അച്ഛനെ നോക്കി അച്ഛാം എന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങും. അമ്മ അച്ഛന്ന് മാത്രമല്ല, മറ്റു ചില കുഞ്ഞുങ്ങൾ വേറെ അവർക്ക് അവരുടെ ചുറ്റിനും അവർ എപ്പോഴും കേൾക്കുന്ന ചില വാക്കുകൾ ഏതോ അത് ഒക്കെ പറയാനും തുടങ്ങാറുണ്ട് ഈ കാലയളവിൽ. അടുത്തതായി 13 മുതൽ 18 മാസം വരെയാണ്. അതായത് ഒരു 1-1.25 വയസ്സ് പ്രായത്തിൽ അവരെ എവിടെ എന്ന ചോദ്യം മനസ്സിലാക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്യുന്നു. അതുപോലെ നിർദ്ദേശങ്ങൾ, ചെറിയ അവിടെ കൊണ്ടുവയ്ക്ക്, ഇവിടെ കൊണ്ടുവാ എന്നൊക്കെ പറയുന്ന കമാൻഡ്സ് ഒക്കെ മനസ്സിലാക്കുന്നു. അഭ്യർത്ഥന നടത്താനോ അഭിപ്രായം പറയാനോ ശ്രമിക്കുന്നു. ഇല്ല എന്നും അതെ എന്നും അവർ ആംഗ്യ ഭാഷയിലൂടെയും ഉത്തരം തരാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള വസ്തുക്കളെയും ആളുകളെയും തിരിച്ചറിയുകയും ഒറ്റവാക്കിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. ഒന്നോ അതിലധികമോ ശരീരഭാഗങ്ങൾ അവർ തൊട്ട് കാണിക്കുന്നു. അതുപോലെ ശബ്ദങ്ങൾ കോർത്തിണക്കി അർത്ഥമുള്ള വാക്കുകളായി ഉച്ചരിക്കാൻ ശ്രമിക്കുന്നു. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പല പല ശബ്ദങ്ങളെല്ലാം ഉണ്ടാകും. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് അർത്ഥമുള്ള ഏതോ വാക്കാണെന്ന് നമുക്ക് തോന്നാം ഈ ഒരു പ്രായത്തിൽ. ഇത്രയുമാണ് ഇവരുടെ ഒരു 18 മാസം വരെയുള്ള നാഴികക്കല്ലുകൾ. ഇത് സംസാര ഭാഷയുടെ ഡെവലപ്മെന്റിന്റെ തുടക്കമാണ് ഇതെല്ലാം. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ എല്ലാം വരുമെങ്കിലും ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളിലും കാണുന്നതാണ്. അപ്പൊ ഇതിലുള്ള മാറ്റങ്ങൾ, ചിരിക്കാതിരിക്കുക, മുഖത്ത് നോക്കാതിരിക്കുക, അതുപോലെ കൈ ചൂണ്ടി കാണിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു വിദഗ്ധനെ കാണിക്കുക, ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിനെ കാണിക്കുക. തൊട്ടടുത്ത് ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ ഇത് സംബന്ധമായ ഏതെങ്കിലും ഒരു വിദഗ്ധനെയോ കാണിച്ച് കാര്യങ്ങൾ പറയേണ്ടതാണ്. അടുത്തതായി ഫീഡിംഗ് സ്കില്ലും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശിശു സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് ഒരു കുട്ടിക്ക് ഭക്ഷണം നൽകുന്നത്. അതിൽ മാതാപിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അത് മാതാപിതാക്കളും വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നു. രാവിലെ കുഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ പോവുക, അത് വളരെയധികം മാതാപിതാക്കൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ മറ്റ് വളർച്ചാ ഘട്ടങ്ങൾ പോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതിനും ചവയ്ക്കുന്നതിനും ഒരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ആശയവിനിമയത്തിന്റെ നാഴികക്കല്ല് പോലെ ഭക്ഷണത്തിനും ചില രീതികളെല്ലാം അതെല്ലാം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നിരുന്നാലും ഇതിന്റെ പ്രത്യേകമായ 2 ഘടകങ്ങൾ ആണ് ഓറോമോട്ടോർ സ്കില്ലും ഓറൽ സെൻസറി സ്കില്ലും. അപ്പോൾ എന്താണ് ഈ ഓറോമോട്ടോർ സ്കിൽ, സെൻസറി സ്കിൽ എന്നുള്ളത്? മോട്ടോർ എന്ന വാക്ക് തന്നെ, ആ പദം തന്നെ നമ്മുടെ ചലനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓറൽ മോട്ടോർ എന്ന് പറയുമ്പോൾ ഓറൽ എന്ന് വെച്ചാൽ വായുടെ അകത്ത് ഉള്ള ചലനം. വായുടെ അകത്ത് നമുക്ക് നാവുണ്ട്, ചുണ്ട്, താടിയെല്ല് എന്നിവയെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനും സംസാരിക്കുന്നതിനും സഹായകമാകുന്ന അവയവങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ചലനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഓറോമോട്ടോർ സ്കിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് വിശ്രമാവസ്ഥയിൽ, വായുടെ ഈ അവയവങ്ങളെല്ലാം വിശ്രമാവസ്ഥയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, കോടിയിരിക്കുന്നുണ്ട്. ഇപ്പൊ താടിയെല്ലാം ശകലം ചുണ്ട് കോടിയിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും കോടലുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ സ്ട്രക്ചറൽ ഡിഫിക്കൽറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. രണ്ടാമത്തതായിട്ട് അതിന്റെ ചലനം, ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ അവയവങ്ങളിൽ എന്തെങ്കിലും ചലനശേഷിക്ക് ബുദ്ധിമുട്ടുണ്ടോ? വളരെ സ്ലോ ആയിട്ടാണോ ചവയ്ക്കുന്നത്? ഒരുപാട് നേരം വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ചവയ്ക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കാൻ സാധിക്കാതിരിക്കുന്നുണ്ടോ? നാക്കുകൾ ചലിക്കാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ നോക്കുന്നു. അപ്പോൾ ഓറോമോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ഓറൽ സെൻസറി സ്കില്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓറൽ എന്ന് പറയുമ്പോൾ വായുടെ അകത്തുള്ള സെൻസറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു കളിയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ നിറം, ടേസ്റ്റ്, അതിന്റെ താപനില, അതുപോലെ തന്നെ ആ പദാർത്ഥം എന്താ ടെക്സ്ചർ, നമ്മൾ കഴിക്കുന്ന ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കാം, ഹാർഡ് ആയിട്ടുള്ളതായിരിക്കാം, പരുപരിപ്പുള്ളതായിരിക്കാം. അങ്ങനെ ആ തരത്തിലുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഓരോ രീതിക്കനുസരിച്ച് കുട്ടികൾ മാറ്റങ്ങൾ കാണിക്കുന്നു. അതായത് ഭയങ്കര സ്ട്രോങ് മണമുള്ള, ഇപ്പം ചില പാളയംകോടൻ നമ്മുടെ
എല്ലാം പാളയംകോടൻ എന്ന് പറയുന്ന ഒരു തരം പഴം, ചുമന്ന നിറത്തിലിരിക്കുന്ന കപ്പപ്പഴം, ഇതിന്റെ എല്ലാം മണം ഭയങ്കര സ്ട്രോങ് മണമാണ്. അപ്പൊ ഈ മണം അടിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കാൻ വരുന്നു, അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല, അടുത്തോട്ട് പോലും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അതുപോലെ ചില കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങളില്ല, പക്ഷെ എന്നിരുന്നാലും ചില കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റിന്റെ ആ പദാർത്ഥം, ആ രൂപം അവർക്ക് വായിൽ വെക്കാൻ പോലും അവർക്കത് ഛർദ്ദിക്കാൻ വരുന്നു, അവരുടെ പല്ലിൽ ഒട്ടുമ്പോഴൊക്കെ അവർക്ക് ആകെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് കുട്ടികൾ പല രീതിയിൽ റിയാക്ഷൻസ് കാണിക്കാം. ഇതിനെ നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നും ഹൈപ്പോ സെൻസിറ്റിവിറ്റി എന്നും മിക്സ് സെൻസിറ്റിവിറ്റി എന്നും പറയുന്നു. അതായത് അധികമായി ഒരു രുചിയോടോ നിറത്തിനോടോ താപനിലയോടോ എല്ലാം കുഞ്ഞ് വളരെ ഒട്ടുമേ അടുപ്പിക്കാതെ വളരെ തട്ടിമാറ്റുന്ന രീതിയിലുള്ള ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ അതിനെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നും, അത് എത്ര നമ്മൾ വായിലോട്ട് വെച്ചാലും അത് വായ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ള തോന്നലില്ലാത്തൊരു സിറ്റുവേഷനെ നമ്മൾ ഹൈപ്പോ സെൻസിറ്റിവിറ്റി എന്നും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന ചില ഫുഡുകൾക്ക് അങ്ങനെയുണ്ട്, ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മറ്റു രീതിയിലാണെങ്കിൽ അതിനെ മിക്സഡ് സെൻസിറ്റിവിറ്റി എന്നും പറയുന്നു. അപ്പോൾ ഇത് അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ തുപ്പൽ വളരെ അധികമായിട്ട് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വൃത്തിയില്ലാതെ കഴിക്കും, അതും അവിടെ എല്ലാം പാത്രത്തിന്റെ ചുറ്റിനും ഇടുന്നു, ചുണ്ടിന്റെ ചുറ്റിനും ഇരിക്കുന്നു, അതും അല്ലെങ്കിൽ ചവയ്ക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാം, വിഴുങ്ങാം, ചവയ്ക്കാതെ വിഴുങ്ങുന്ന കുട്ടികൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ട് സെൻസറി സ്കില്ലിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോ ഈ ആശയവിനിമയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഡിഫിക്കൽട്ടി ആണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളിലും കാണാം, ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, മറ്റ് പല പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ മുതിർന്നവരിലും നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആക്സിഡന്റ് സംഭവിച്ചോ സ്ട്രോക്ക് സംഭവിച്ചിട്ടോ ഉള്ള ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഇല്ലാത്ത നമ്മൾ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലും ചില കുഞ്ഞുങ്ങളിൽ ഫീഡിങ് ഡിഫിക്കൽട്ടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് ഫീഡിംഗ് തെറപ്പിയിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രായത്തിൽ ഉള്ളവരിലും ഉണ്ടാകുന്ന ഈ ആശയവിനിമയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് സ്പീച്ച് ലാംഗ്വേജ് തെറപ്പി. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിനെ നമുക്ക് ഫീഡിംഗ് തെറപ്പി എന്ന് പറയാം. സോ വ്യക്തമായി സംസാരിക്കാനും മനസ്സിലാക്കാനും ഫലപ്രദമായി സ്വന്തം ചിന്തകളെ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനുമുള്ള അവരുടെ കഴിവിനെ ഈ തെറപ്പി വഴി നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം. അതുപോലെ അർത്ഥവത്തായും ഉച്ചാരണശുദ്ധിയോടും ഒഴുക്കോടെയും സംസാരിക്കാനും പഠിപ്പിക്കുകയും അതോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുകയും സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് ഫീഡിംഗ് തെറപ്പി വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ഹലോ, ഒരു ഹലോ തരോ ചേച്ചിക്ക്. അടുത്തതായി ഞാനൊരു വീഡിയോയാണ് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് തെറപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വീഡിയോയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, ഒരു ഹലോ തായോ. ഇവിടെ ഹലോ. ഇതെന്താ അവ നോക്കി, ഇതെന്താ അവര് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്മ ഇത് വാവ ഇത് കഴിച്ചിട്ടുണ്ടോ? ഇതറിയാം വാവയ്ക്ക് അറിയാം. എന്താ റെഡ് കളറിലുള്ള? വെരി ഗുഡ്, കറക്റ്റ് ആട്ടോ. ഇത് പിടിച്ചേ വാവ, ഇത് വെച്ച്. അയ്യോ അത് മേടിക്കേ. പിടിച്ചേ. വാവേ ചേച്ചിക്ക് ഇതിലേത് ആപ്പിൾ എന്നൊന്ന് കാണിച്ചു തരുമോ? ഈ പിക്ചറിൽ ഏതാ ആപ്പിൾ എന്ന്? അയ്യോ, ഇതില് നോക്കി പറഞ്ഞു കൊടുക്കും. അതല്ലല്ലോ. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിട്ട് പറഞ്ഞേ. ഒന്ന് നോക്കിയേ, ട്രൈ ചെയ്തോക്കെ. അതും അല്ല, ഒരു ചാൻസ് കൂടി തരാം. ഏതാ? വെരി ഗുഡ്. നിങ്ങളിപ്പോ ഈ കണ്ട വീഡിയോയിൽ ഏറ്റവും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്പീച്ച് തെറപ്പി സിറ്റുവേഷൻ ആണ് നിങ്ങളിപ്പോ ഈ കണ്ടത്. ഇത് കൂടാതെ നമുക്ക് പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച് തെറപ്പി ടെക്നിക്സ് എല്ലാം ഉണ്ട്. അതിലൊന്നാണ് ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ അഥവാ AAC എന്ന് പറയും. ഇതിനകത്ത് വിവിധ ആശയവിനിമയ രീതികളെ കുറിച്ച് പൊതുവായി പറയുന്ന ഒരു പദമാണ് ഈ AAC എന്നത്. സംഭാഷണം, എഴുത്ത് എന്നിവയ്ക്കുള്ള കഴിവുകളെ പുനഃസ്ഥാപിക്കാനോ മെച്ചപ്പെടുത്താനോ ഇത് സഹായിക്കുന്നു.
അതായത് ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു കുഞ്ഞ് സ്പീച്ച് തെറപ്പി എടുക്കുന്നുണ്ട്, സംസാരം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, ഒറ്റ വാക്കുകളെല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആശയവിനിമയം അവിടെ നേരെ നടക്കുന്നില്ല. കുഞ്ഞിന്റെ ആവശ്യങ്ങൾ കുഞ്ഞിന് മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ ടീച്ചർമാരുമായിട്ടോ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നില്ല. അത് കാരണം കുഞ്ഞ് പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്നു, ദേഷ്യം കാണിക്കുന്നു, സാധനങ്ങൾ തട്ടിയെറിയുന്നു, അങ്ങനെ പല രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്താണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്? മറ്റേതെങ്കിലും ഒരു തരത്തിൽ കുഞ്ഞുമായിട്ട് ആശയവിനിമയം നടത്തുക. കാര്യം കുഞ്ഞിനിപ്പോ എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് ആ ഒരു ബിഹേവിയർ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അത് അറിയാനായിട്ട് ആ കുട്ടി തന്നെ നമ്മളോട് പറയണം, ഇതാണ് പ്രശ്നം എന്ന് പറയണം. അപ്പൊ അത് നമുക്ക് ചിത്രങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസസ്, കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ നമുക്ക് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. ഇത് സംസാരം തീരെ ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ സംസാരം തുടങ്ങിയവർക്കും ഇനി സംസാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ളവർക്കും എല്ലാം ഇത് ഉപയോഗിക്കാം. ഈ AAC ഉപയോഗിക്കുന്നത് വഴി സംസാരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല, പകരം അത് ഡെവലപ്പായി വരികയേ ഉള്ളൂ. ഇത് തന്നെ 2 തരത്തിലുണ്ട്, എയ്ഡഡ്, അൺഎയ്ഡഡ്. ആദ്യമായിട്ട് നമുക്ക് അൺഎയ്ഡഡ് എന്താണെന്ന് പറയാം. അൺഎയ്ഡഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒരു എയ്ഡും ഉപയോഗിക്കുന്നില്ല, അഡീഷണൽ ആയിട്ട് ഒരു ഉപകരണമോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ആശയവിനിമയത്തിന് മറ്റൊരു മാർഗം കണ്ടുപിടിക്കുന്നു. അതിന് ആംഗ്യ ഭാഷ, മുഖഭാവം കൊണ്ടുള്ള സാധാരണ രീതിയിലുള്ള ആശയവിനിമയം, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. നമ്മൾ കണ്ണുകൊണ്ട് അർത്ഥവത്തായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ, അതുപോലെ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ ഇതിനകത്ത് വീഡിയോ കാണിച്ചു തരാം, അൺഎയ്ഡഡ് രീതിയിൽ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്നുള്ളതിന്. ഇതില് അവർ രണ്ടുപേർ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ അവരവിടെ ആംഗ്യ ഭാഷയിൽ കൂടിയാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ തന്നെ നമുക്കും ഇതേപോലെ ഒരു ISL ഇന്റർപ്രറ്റർ ഉണ്ട്. അപ്പൊ പുള്ളിയും ആംഗ്യ ഭാഷയിലൂടെയാണ് ഈ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഒരു അൺഎയ്ഡഡ് ഫോമാണ്, AACയുടെ ഒരു അൺഎയ്ഡഡ് ഫോമാണ്. അതുപോലെ എയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപകരണങ്ങളോ, ബുക്കുകളാവാം, പിക്ചേഴ്സ് ആവാം, കമ്പ്യൂട്ടർ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അങ്ങനെയുള്ള ചാർട്ടുകളോ പുസ്തകങ്ങളോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങളുടെയോ സഹായത്തോടു കൂടിയുള്ള ആശയവിനിമയത്തെയാണ് എയ്ഡഡ് ടൈപ്പ് ഓഫ് AAC കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ അതുപോലെ പിക്ചേഴ്സ് ആണ് ഉള്ളത്. അത് ചാർട്ടുകൾ, ബുക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു എയ്ഡഡ് ഫോം ആണ്. അടുത്തതായി ഓറൽ പ്ലേസ്മെന്റ് തെറപ്പി. ഓറൽ പ്ലേസ്മെന്റ് തെറപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് തെറപ്പി പ്രോഗ്രാം ആണ്. അത് പ്രത്യേക പരിശീലന രീതിയിലൂടെ കുട്ടിയുടെ സംസാരത്തെ വികസിപ്പിച്ചെടുക്കാനും അതിലുള്ള ഉച്ചാരണ ശുദ്ധി വരുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതുപോലെ തന്നെ കുട്ടിയുടെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും കൂടുതൽ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിപ്പിക്കുന്നതിനും ഈ ഓറൽ പ്ലേസ്മെന്റ് തെറപ്പി സഹായിക്കുന്നു. ഈ ഓറൽ പ്ലേസ്മെന്റ് തെറപ്പി കൊടുക്കുന്ന ക്ലിനിഷ്യൻ അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ഈ തെറപ്പിയിൽ വൈദഗ്ധ്യം ഏറിയിട്ടുള്ള ഒരാളായിരിക്കണം. അതൊരു സർട്ടിഫൈഡ് പ്രോഗ്രാം ആണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ അത് ആ തെറപ്പി കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ചില ടൂൾസ് എന്റെ കൈവശമുണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ താടിയെല്ലിന്റെ ബലം കൂട്ടുന്നതിനും ഭക്ഷണം ചവയ്ക്കുന്നതിനെല്ലാം ശക്തി കൂട്ടുന്നതിനുമെല്ലാം ഇതെല്ലാം ഉപയോഗിക്കുന്നു. ഇതിന്റെ പേര് ടൂത്തെറ്റ് എന്നാണ്, ഇതിന്റെ പേര് ചൂയി ട്യൂബ് എന്നാണ്. ഇതുപോലുള്ള പല വസ്തുക്കളുണ്ട്. നമുക്ക് ഇതൊരു ഹോൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഹോണിന്റെ പല ഹോണുകളുണ്ട്, അതിലൊരെണ്ണമാണിത്. അങ്ങനെ പല സാധനങ്ങൾ, പല ടൂൾസ് ഉപകരണങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് അവരുടെ വായുടെ അകത്തുള്ള അവയവങ്ങളുടെ ശക്തിയും അതിന്റെ ചലനവും എല്ലാം മെച്ചപ്പെടുത്താൻ
ഈ തെറപ്പിയിലൂടെ സാധിക്കുന്നു. ഇങ്ങനെ പല രീതികളിൽ സ്പീച്ച് തെറപ്പിയും ഫീഡിംഗ് തെറപ്പിയും നൽകി നമുക്ക് ഭൗതിക വെല്ലുവിളികളുള്ള കുഞ്ഞുങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളുള്ള കുട്ടികളിലും സംസാര ഭാഷയും അതുപോലെ ഫീഡിംഗ് സ്കില്ലും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഉടനെ തന്നെ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുമായി ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ്. നന്ദി. ഇനി അടുത്തതായി ചോദ്യോത്തര വേളയാണ്. ഭൗതിക വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാവുന്ന അവസരമാണിപ്പോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക വെല്ലുവിളിയിൽ പല മേഖലകളിൽ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ആശയവിനിമയം, ചലനശേഷി, പെരുമാറ്റത്തിലുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി നമുക്കൊരു അതാത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്ത അശ്വതി മാമിനോടൊപ്പം ആശയവിനിമയം, ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അശ്വതി മാഡത്തിനോട് ചോദിക്കാവുന്നതാണ്. ചലനശേഷിയുമായി ബന്ധപ്പെട്ടത് ഉത്തരം നൽകുന്നതിനായി മിസ് ഷൈനി മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫിസിയോതെറപ്പിസ്റ്റ്. മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യങ്ങൾ അതിനെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായി സൈക്കോളജിസ്റ്റ് മിസ് അഞ്ജു മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അനുവദിച്ചിട്ടുള്ള അവകാശങ്ങൾ, ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഉത്തരം നൽകുന്നതിനായി മിസ് രജിത, സോഷ്യൽ വർക്കർ, ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം എവ്രിവൺ. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പാർട്ടിസിപ്പൻസിന് മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ടൈപ്പും ചെയ്യാവുന്നതാണ്. ഹലോ ചോദിച്ചോളൂ. എൻ്റെ മോൾക്ക് 4.5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സെർട്ടൻ ലെറ്റേഴ്സ് പറയുന്നതിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാ പറയുന്നിടത്ത് തായി വരുള്ളൂ, അങ്ങനെയുള്ള കുറച്ച് ലെറ്റർ ഷഫ്ലിംഗ് ഉണ്ട്. പിന്നെ സെൻറ്റൻസ് പറയുമ്പോഴും വേർഡ്സ് തമ്മിൽ മിക്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ഹാഫ് പോർഷൻ ഓഫ് ഫസ്റ്റ് വേർഡും ഹാഫ് പോർഷൻ ഓഫ് സെക്കൻഡ് വേർഡ് അങ്ങനെ മിക്സ് ആയിട്ടായിരിക്കും അവൾ സംസാരിക്കുന്നത് സെൻറ്റൻസ് പറയുമ്പോൾ. അത് പ്രശ്നമാണോ? തെറാപ്പി വേണ്ടതാണോ? LKG പഠിക്കുന്നുണ്ട്. മാഡത്തിന്റെ കുഞ്ഞിന് എത്ര വയസ്സായിട്ടുണ്ട്? 4 വയസ്സ് കഴിഞ്ഞു, 4.5 ആവുന്നുണ്ട്. 4.5 ആകുന്നുണ്ട്. എന്തൊക്കെയാണ് കുഞ്ഞിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് ഒന്നുകൂടി പറയാമോ? മലയാളത്തിലെ സെർട്ടൻ ലെറ്റേഴ്സ് വരില്ല, പകരം വേറെയാ പറയുന്നത്. അതായത് കായ്ക്ക് പകരം താ പറയും. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ 3 ലെറ്റർ വേർഡ്സ് പറയുമ്പോൾ നടുക്കുള്ള വേർഡ് വരാറില്ല, ഫസ്റ്റും ലാസ്റ്റും മാത്രം പ്രൊണൗൺസ് ചെയ്യും. അതുപോലെ സെൻറ്റൻസ് പറയുമ്പോൾ വേർഡ്സ് തമ്മിൽ ഷഫിളാവും. അതായത് ഇപ്പോൾ 2 വാക്കുള്ളൊരു സെൻറ്റൻസ് ആണെങ്കിൽ, 2 വേർഡ്സ് ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് പോർഷനും പോർഷനുമായിട്ട് മിക്സ് ആയിട്ട് പറയും. അതായത് ഇപ്പോൾ പറഞ്ഞോളൂ. ഇതിപ്പോ മോൾക്ക് പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലേ? 4 വയസ്സ്. അതെ, പെൺകുട്ടി വയസ്സായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ കളെല്ലാം നമുക്ക് കാണിക്കേണ്ടതായ, ഒരു വിദഗ്ധനെ കാണിക്കേണ്ടതായ പ്രശ്നങ്ങളാണ്. കുഞ്ഞ് സംസാരിച്ച് തുടങ്ങാൻ താമസിച്ചിരുന്നോ? കുറച്ച് ആദ്യം ഒരു 11 മാസമായപ്പം അച്ഛ അമ്മ എന്ന് വിളിച്ചു. പിന്നെ ഒരു 3 months ഗ്യാപ്പ് വന്നു. പിന്നെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ആള് കൂടുതലും സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ആക്ഷൻസ് ആയിരുന്നു കൂടുതൽ. അതെ, അപ്പൊ നമ്മള് സംസാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസാരം താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ സംസാരയുടെ പ്രശ്നം വരുന്നതാണ്. അപ്പൊ അതിനായിട്ട് നമ്മള് എന്തായാലും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ ഉടനെ തന്നെ കാണിക്കണം. കാര്യം സംസാരയുടെ പ്രശ്നം മാത്രമായിരിക്കില്ല, ചിലപ്പോൾ കുഞ്ഞിനൊരു ലാംഗ്വേജ് ഡിലേയും കൂടി കാണാനുള്ള സാധ്യതയുണ്ട്. എന്താണ് മാം? ക്ലിയർ ആയില്ല. പ്രശ്നം മാത്രമായിരിക്കില്ല, ഒരു ലാംഗ്വേജ് ഡിലേയും കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ സാധിക്കും. പറഞ്ഞോളൂ മാം. വീട് എവിടെയാണ്? വീട് ബാലരാമപുരം ഏരിയയാണ്. ഓക്കെ, അപ്പൊ നിങ്ങള് തൊട്ടടുത്തുള്ളതോ അല്ലെങ്കിൽ നിഷിലോ വന്ന്, എന്തായാലും ട്രിവാൻഡ്രം തന്നെയാണല്ലോ, നിഷിലോ വന്ന്
കുഞ്ഞിനെ കാണിച്ച് വിശദമായി പരിശോധനകൾ ചെയ്യേണ്ടതാണ്. ലാംഗ്വേജ് എത്രത്തോളം ഉണ്ട്, കുഞ്ഞിന്റെ ഏജിനനുസരിച്ച് ലാംഗ്വേജ് ഉണ്ടോ, അതോ കുറച്ച് പുറകോട്ടാണോ, അതോ ഉച്ചാരണ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളതെല്ലാം നമ്മൾ വിശദമായി പരിശോധിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ മാം, അപ്പം എനിക്ക് ഇനിഷ്യലി പ്രീ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടേ? അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് എങ്ങനെയാണ് കിട്ടുക? നമ്മൾ ഈ പ്രസന്റേഷന്റെ അവസാനം ഒരു സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ആ, നമ്പർ കിട്ടിയിട്ടുണ്ട് മാം, താങ്ക് യു. ഹലോ മാഡം. ഹലോ, ആ പറഞ്ഞോളൂ മാം. ഹലോ, കേട്ടായിരുന്നോ? നിഷിന്റെ ഡീറ്റെയിൽസ്, അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ ഇപ്പോൾ ഒരു നമ്പർ വന്നിട്ടുണ്ട്, നിഡ സ്ക്രീനിൽ. അതെ, ചെയ്താൽ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. നമുക്കൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സിൽ ഫീഡിങ് ആസ്പെക്ട്സിൽ ഡൂസ് ആൻഡ് ഡോസ് ചെയ്യേണ്ടതല്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത്. കാര്യം ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഒരു 4 വയസ്സൊക്കെ പ്രായത്തിൽ ലാംഗ്വേജ് ഡിലേ എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ വളരെ കാഷ്വലായിട്ട് ചോദിക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നതാകാം, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പൊതുവെ എല്ലാവരും പറയാറുള്ളൂ. പക്ഷെ എന്നിരുന്നാലും മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാവോ? അജിതകുമാരി, ഓക്കെ. അജിതകുമാരി മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാമോ? ഓക്കെ. നമ്മള് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ പലരും പറയാറുള്ളൂ. പക്ഷെ നമ്മൾ വിശദമായി ചോദിക്കുമ്പോൾ മനസ്സിലാകും കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മൾ വീണ്ടും പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുറുക്ക് നമ്മളൊരു 6 മാസം 7 മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയ അമ്മയുടെ മുലപ്പാലല്ലാതെ നമ്മൾ ബാക്കിയുള്ള ചെറിയ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങും. അപ്പൊ ഈ കുറുക്ക് പദാർത്ഥത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങും. ആ ഒരു സ്റ്റേജിൽ നിന്നും കുഞ്ഞ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ എല്ലാ ഭക്ഷണവും, ചോറ് എല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സിയിൽ അരച്ച് കുഞ്ഞിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാര്യം ഒരു 2-2.5 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടെല്ലാം കാണിച്ചു കൊടുക്കും. കാര്യം അവരുടെ കളിപ്രായത്തിലേക്ക് എത്തിക്കഴിയും. അപ്പൊ അവരെ ഒത്തിരി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും അപ്പൊ നമ്മൾ വീഡിയോ എല്ലാം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അതിനോടൊപ്പം ഈ അരച്ച ഭക്ഷണവും കൂടി വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഇറക്കാൻ വളരെ എളുപ്പത്തിൽ അവരങ്ങ് ഇറക്കുമല്ലോ, അവർക്ക് നല്ല രീതിയിൽ ആരോഗ്യവും വരും. അത് ആ രീതിയിൽ നല്ല അർത്ഥത്തോടു കൂടിയാണ് മിക്ക മാതാപിതാക്കളും അത് ചെയ്യുന്നത്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അത് അവരുടെ ഉള്ള കഴിവിനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം 6 മാസം ആദ്യത്തെ പല്ല് വന്നു കഴിയുമ്പോൾ അവർക്ക് പതുക്കെ ചവയ്ക്കാനും കടിക്കാനുമുള്ള കഴിവുകളും അതിനോടൊപ്പം തന്നെ വരും. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കുറച്ചായി കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങണം. അല്ലാതെ ഈ അരച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയേ ശരിയല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഇതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് വീഡിയോ കാണിച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങളിലും കുട്ടികൾ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും കാണിക്കുമായിരുന്നു. പക്ഷെ പണ്ട് ഇങ്ങനെ ഒരു സാധ്യതയില്ല, വീഡിയോ കാണിച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല. അന്ന് കാക്കയെ കാണിച്ചോ കോഴിയെ കാണിച്ചോ കഥ പറഞ്ഞോ ഒക്കെയാണ് പണ്ട് കൊടുത്തിരുന്നത്. അത് മാത്രമല്ല അന്ന് ഒരുപാട് ആൾക്കാരും വീട്ടിനകത്തുണ്ടായിരുന്നു. ഇന്നത്തെ ജീവിത സാഹചര്യം മാറിയതോടുകൂടി എല്ലാ ആൾക്കാരും എളുപ്പത്തിന് രാവിലെ വേഗത്തിൽ ഓഫീസിൽ പോകാനുള്ള തിരക്കിലെല്ലാം ഇതുപോലെ വീഡിയോ കാണിച്ചെല്ലാം ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അതിന്റെ ടേസ്റ്റ് നോക്കിയും മണം വന്നും ഒക്കെയാണ് അവർ കഴിക്കേണ്ടത്. എന്നാലേ ഇപ്പൊ കഴിക്കാൻ ബുദ്ധിമുട്ട് അവരെ മടി കാണിക്കുമെങ്കിലും ഭാവിയിൽ അവരെല്ലാ ഭക്ഷണവും ഒരുപോലെ തന്നെ കഴിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ, ചെയ്യാൻ പാടില്ലാത്തതായ 2 കാര്യങ്ങൾ. അതുപോലെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അവരെ കാണിച്ചു കൊടുക്കുക.
അത് വേണമോ എന്ന് ആവശ്യപ്പെടുക. ഇന്ന് ഇഡലിയാണുള്ളത്, മോൾക്ക് ഇഡലി തരട്ടെ എന്ന് ചോദിക്കുക. അവരടുത്ത് അത് ആവശ്യപ്പെടാനുള്ള സാഹചര്യം കൊടുക്കുക. അതിനകത്ത് ആശയവിനിമയം നടത്തുക. ഭക്ഷണം കഴിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടക്കുന്ന ഒരു സമയമാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. മാതാപിതാക്കളും കുഞ്ഞും തമ്മിൽ ഏറ്റവും വലിയൊരു ബോണ്ടിങ് നടക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സമയം നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പോട്ടെ രാവിലെ നമുക്ക് സമയമില്ല എന്ന് ഇരിക്കട്ടെ, രാത്രി ഒരു നേരമെങ്കിലും കുഞ്ഞുമായിട്ട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കണം. മേഡം സംസാരിച്ചോട്ടാ. ഹലോ. മേഡം, ഞാൻ നെടുമങ്ങാട് പ്രോജക്റ്റിലെ ഒരു അംഗനവാടി ടീച്ചറാണേ. കേക്കാവോ മേഡം? കേട്ടൂടെ? എനിക്കിവിടെ ഒരു 3 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. അവള് സംസാരിക്കൂല. പിന്നെ അപ്പം അവരെ അംഗൻവാടി കൊണ്ടാക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. ഇപ്പം ഒരു 2 ആഴ്ച ആയുള്ളൂ നമുക്ക് കിട്ടിയിട്ട്. ഇപ്പൊ ചെറുതായിട്ട് അമ്മ എന്നൊക്കെ വിളിച്ച് വരണുണ്ട്. അപ്പൊ ആ പ്രശ്നം അതിനെ ഒന്ന് സംസാരിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് അല്ലേ? അതാ എന്നുവെച്ചാ അവര് പറയുന്നത് അമ്മ ജേർണലിസ്റ്റാണ്. അപ്പൊ അമ്മയ്ക്കൊന്നും വീട്ടില് കുട്ടിയെ നോക്കാൻ എപ്പോഴും അടുത്ത് കാണൂല. മൊബൈലും കൊടുത്തിട്ട് അവരുടെ കാര്യം നോക്കി അങ്ങനെ ആയി എന്നാണ് അവര് പറയുന്നത്. ഫ്ലാറ്റിലായിരുന്നു. ഇപ്പൊ അവര് നാട്ടിൽ വന്ന് ഇവിടെ അംഗൻവാടി കൊണ്ടാക്കി. ഡോക്ടർ നിർദ്ദേശിച്ചാണ് ഇവിടെ വന്നത്, അംഗൻവാടിയിൽ കൊണ്ടാക്കിയത്. അപ്പൊ ഇപ്പൊ ചെറുതായിട്ട് അമ്മ എന്നൊക്കെ ഒന്ന് പറഞ്ഞു വരണുണ്ട്. മാമി അങ്ങനെയൊക്കെ ഒന്നും പറയുന്നുണ്ട്. സംസാരിക്കാൻ അവള് കുട്ടികളോടൊപ്പം സംസാരിക്കാൻ ശ്രമിക്കണമുണ്ട്. അപ്പം അത് ഇനി ക്രമേണ കൊണ്ട് അവള് കൂടുതലായിട്ട് സംസാരിക്കുമോ എന്ന് അറിയണം മേഡം. ഹലോ. അമ്മയ്ക്ക് ഞാൻ ലിങ്ക് കൊടുത്തായിരുന്നു. ഇന്ന് മീറ്റിൽ കയറണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ലായിരുന്നു. മാഡം മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വെക്കാമോ? ഞാൻ ഉത്തരം നൽകുന്നതാണേ. ഇപ്പൊ 3 വയസ്സ് പ്രായമായ സ്ഥിതിക്ക് കുഞ്ഞിന് സംസാരത്തിൽ കുറച്ച് പുറകോട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാര്യം 1-2 വാക്കുകളല്ലേ പറയുന്നുള്ളൂ. കുഞ്ഞിനെ സംസാരിക്കാൻ ഉള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പം എന്തായാലും കുഞ്ഞിനെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരികയും അവരെ കൊണ്ട് കാണിക്കുകയും മാതാപിതാക്കളുടെ അടുത്ത് തീർച്ചയായിട്ടും വരാനും പറയണം. ഗ്രാൻഡ് പാരന്റ്സോ അല്ലെങ്കിൽ ടീച്ചറോ അല്ല, മാതാപിതാക്കൾ തന്നെ കുഞ്ഞിനെയും കൊണ്ട് സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ അടുത്ത് വരികയും അവരെന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വിശദമായി കേട്ട് മനസ്സിലാക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും വേണം. സ്പീച്ച് തെറപ്പി കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് കേട്ടിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം 1 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ 1-2 വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങേണ്ടതാണ്. പക്ഷെ ഇതിപ്പോ കുഞ്ഞിന് 3 വയസ്സായി. പിന്നെ മൊബൈലിന്റെ ഉപയോഗം വളരെയധികം കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പുറമേയുള്ള എൻവയോൺമെന്റുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലാതെ മൊബൈലിൽ തന്നെ ഒരു അഡിക്ഷൻ പോലെ ആയിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരണം. സ്കൂളിലും റെഗുലറായിട്ട് വിടണം, മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അതുപോലെ എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യണം, സംസാരം ഡെവലപ്പ് ചെയ്ത് വരണം. ഇതിനെല്ലാം സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ മാതാപിതാക്കളോട് നിഷുമായോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥാപനവുമായോ ഉടനെ ബന്ധപ്പെടാൻ പറയുക. ഒട്ടും വൈകരുത് എന്ന് പറയുക. ഓക്കേ മാഡം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. റോസ്മേരി ജേക്കബ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പ്രോബ്ലം 100% ഉള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നല്ല ADHD ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. കുട്ടിക്ക് നിരന്തരം തെറപ്പി എല്ലാം നൽകുന്നുണ്ട്. ഈ പ്രോബ്ലം മൂലം കുട്ടിക്ക് പഠനം ബുദ്ധിമുട്ടാകുന്നു. ADHD കുറയ്ക്കാനുള്ള മാർഗങ്ങൾ പറയാമോ? ചോദ്യം ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ട്. അതിന്റെ ഉത്തരം സൈക്കോളജിസ്റ്റ് അഞ്ജു മാഡത്തിന് ആൻസർ ചെയ്യാമോ? അഞ്ജു മാഡം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ചോദ്യം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പ്രോബ്ലം 100% ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് എവിടെയെങ്കിലും അസസ്മെന്റ് ചെയ്തതിന്റെ ബേസിലാണോ പറയുന്നത് എനിക്കറിയില്ല. ഇതിന്റെ ഭാഗമായിട്ട് ബിഹേവിയർ ഇഷ്യൂസും ADHDയും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ചോദ്യത്തിൽ വ്യക്തമല്ല.
അങ്ങനെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്താണ് കൃത്യമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ബെഞ്ച് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കും. പിന്നെ കുട്ടിയുടെ വയസ്സൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചാളൊന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ചോദ്യം ചോദിച്ചിരിക്കുന്നത് മിസ് റോസ്മേരി ആണ്. മാഡത്തിന് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നൽകാമോ? നമസ്കാരം മാഡം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 വയസ്സുള്ള സ്ത്രീയാണ്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് കോക്ലിയർ ഇംപ്ലാന്റിങ് ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്നുണ്ട്. മറ്റേ ചെവിയിലും സാധാരണ ഹിയറിംഗ് എയ്ഡ് ഉണ്ട്. അപ്പോൾ ആ കുട്ടി ആദ്യം സ്കൂളിൽ ചേർത്തിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഇപ്പം ജനറൽ സ്കൂളിൽ കുറച്ചൊക്കെ സ്പീച്ച് അതിന് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് 1ാം ക്ലാസ് ലാസ്റ്റ് ടേമിലാണ് നമ്മൾ സ്കൂളിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് അപ്പൊ ഇപ്പൊ 4ലായതോടെ കുറെ വൊക്കാബുലറി ഒക്കെ ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. ഒരു സെക്കൻഡ് പോലും ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പോ ആ പഠനത്തിലോട്ട് വരുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഉള്ള പ്രശ്നം. അപ്പൊ പഠിപ്പിക്കാനായിട്ട് പഠിച്ചാൽ മിടുക്കനായി വരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ഈ പ്രോബ്ലം കാരണം പഠനത്തെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ കൂടെ ഇരുന്ന് എപ്പോഴും ഇങ്ങനെ അറ്റൻഷൻ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യും, പിന്നെ പോകും. അങ്ങനെയുള്ള ഏത് നേരം അങ്ങനെയാണ്. പല തെറാപ്പികളും പേരൻസ് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ വ്യത്യാസം നമുക്കുണ്ട്. നമ്മുടെ കൈ 4ാം ക്ലാസ് വരെ ഇപ്പം പഠിച്ചതനുസരിച്ച് കുറേയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ 5ാം ക്ലാസ്സിലോട്ട് പോകുമല്ലേ. അപ്പം ഇതിലും കൂടുതൽ ടഫായ പാഠഭാഗങ്ങളുണ്ട്. അപ്പം ഈ ADHD കുറഞ്ഞു കിട്ടണം. അതിനുള്ള മെഡിസിൻസിന്റെ ഹോമിയോസ് കൊടുക്കുന്നുണ്ട് പേരൻസ്. എങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. സ്ഥലം എവിടെയാണ്? സ്ഥലം തലയോലപ്പറമ്പ. ജില്ല ഏതാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? കോട്ടയം. തലയോലപ്പറമ്പിലാണ്. നിഷിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് പേരൻസ്. നിഷില് കൊണ്ടുവന്ന പരിശീലനമൊക്കെ മുൻ വർഷങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അവിടെ. ഇപ്പൊ എന്ത് തെറാപ്പിയാണ് എടുത്തോണ്ടിരിക്കുന്നത് കുട്ടിക്ക്? ഇപ്പോൾ എല്ലാത്തരം തെറാപ്പികളും കൊടുക്കുന്നുണ്ട്. സ്പീച്ച് തെറാപ്പി ഉണ്ട്, അതിന്റെ കൂടെ ഒക്യുപേഷണൽ തെറാപ്പി. അങ്ങനെ ഒരു സെന്ററിൽ കൊണ്ടുപോയി ആഴ്ചയിൽ ഒരു 4 ദിവസവും കൊണ്ടുവന്നുണ്ട്. അവിടെ സൈക്കോളജിസ്റ്റ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? എല്ലാം കാണിച്ചിട്ടുള്ളതാണ്. പേരൻസിനോട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ടോ? സൈക്കോളജിയുടെ ബിഹേവിയർ തെറാപ്പി എടുക്കുന്നുണ്ടോ? എല്ലാ തെറാപ്പികളും കിട്ടുന്നുണ്ട്. നല്ല പൈസ മുടക്കി കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഈ കോതനല്ലൂർ ഒരു സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി അവിടെ ഞങ്ങളുടെ സ്പെഷ്യൽ തെറാപ്പികളുള്ള സെന്ററാണ്. അതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നിലുള്ള ചെറിയ കുറവുകൾ വരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പഠനത്തിനോട് ശ്രദ്ധിക്കാനുള്ള അത്രമാത്രം ഒന്നും ആയിട്ടില്ല. അത് വലിയ വിഷമമാണ് പേരൻസിനും. അതേ ഞങ്ങൾ ടീച്ചർമാർക്കും അതിന്റെ വിഷമമുണ്ട്. നല്ല ബുദ്ധിയുള്ള കുട്ടിയായത് കൊണ്ട് നമുക്ക് നല്ല വിഷമമാണ് കുട്ടിയെ കാണുമ്പോൾ തന്നെ. പഠനത്തിലോട്ട് വരുത്താൻ പറ്റുക പിന്നെ കുറെ എപ്പോഴും കൂടെ ഇരുന്ന് നമുക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നിലവിൽ കൊണ്ടുപോകുന്നത് കൊച്ചിനെ. അപ്പൊ എന്തെങ്കിലും ഒരു നല്ല പേരൻസ് അവിടെ വന്നിട്ടുള്ളത് അന്വേഷിച്ചിട്ട് കണ്ടിന്യൂസിന് വന്നിരുന്നു. പിന്നെ അവിടെ ഇവിടുന്ന് ഇവിടം വരെ വരുന്നത് എല്ലാ ആഴ്ചയിലും വന്നിരുന്നു. അവിടെ കാണാൻ രജിസ്റ്ററിന്റെ പേരൊക്കെ അലസ്റ്റിൻ എന്നാണ് കുട്ടിയുടെ പേര്. റെഗുലറായിട്ട് തെറാപ്പി എടുക്കുക. കാരണം പെട്ടെന്നൊരു ഇപ്പം നിങ്ങൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയത്തില്ല. അവിടുത്തെ തെറാപ്പി പോലും റെഗുലറായിട്ട് തെറാപ്പി എടുക്കുക. എന്താണ് കൺസേൺ എന്നുള്ളത് കൃത്യമായിട്ട് തെറാപ്പിസ്റ്റിനോട് പറയുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോ ഒരു 1 മന്ത് അല്ലെങ്കിൽ 6 മന്ത്സ് കൊണ്ട് പെട്ടെന്നൊരു മാറ്റമൊന്നും വരത്തില്ല. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒന്ന് ക്ഷമയോടുകൂടി ചെയ്യുക. തെറാപ്പി ചെയ്തത് മാത്രമല്ല, തെറാപ്പിസ്റ്റ് പറയുന്നത് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അതും അതുപോലെ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ടുള്ള ഒരു വ്യത്യാസം കുട്ടിയിൽ കാണാൻ പറ്റത്തുള്ളൂ. എല്ലാ തെറാപ്പിയും, സ്പീച്ച് തെറാപ്പി മാത്രമല്ല, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും റെഗുലറായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എനിക്കറിയില്ല അതിനെപ്പറ്റി എന്താണ് അവിടെ ചെയ്യുന്നു എന്നുള്ളത്.
കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ എപ്പോഴെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും പറയുകയാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഉഷ മാഡം ചോദിച്ചിരിക്കുന്നത്, ചോദിക്കുന്ന ഒരു കോമൺ പ്രോബ്ലം, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ചുമക്കുന്നത് അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നത് ഒരു പ്രോബ്ലം ആണോ, അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അശ്വതി മാഡം ഉത്തരം നൽകുന്നതാണ്. ചോക്കിംഗ് എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് നെറുകയിൽ കയറുക, മൂക്കിലേക്ക് കയറുക, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോവുക. ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ചുമയ്ക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ചുമയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ചോക്കിംഗ് ഉള്ളപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം അത് മൂക്കിലേക്കോ അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ സംബന്ധമായ ഒരു ബുദ്ധിമുട്ടായി, അത് നമുക്ക് ശ്വാസതടസ്സം വരികയും ഉടനെ തന്നെ എമർജൻസി ആയി ആശുപത്രിയിൽ എത്തിക്കുകയൊക്കെ ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ അതിന് പരിഹാരം കാണേണ്ടതാണ്. അപ്പൊ അതൊരു ചെറിയ കുട്ടിയാണ്, അതായത് കിടക്കുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ ഉയർത്തിയിരുത്തിട്ട് പൊതുവെ ചില കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഫീഡിങ് എല്ലാം ചെയ്യുന്ന സമയത്ത് കാണുന്നത് കിടത്തി ഭക്ഷണം കൊടുക്കുന്നത്. ഈവൻ ചില ഡേ കെയർ സെറ്റപ്പുകളിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, കാലിൽ കിടത്തി ഭക്ഷണം. അതെല്ലാം ഇതുപോലുള്ള ചോക്കിംഗ് വരാനായിട്ട് കാരണമാകുന്നു. അപ്പൊ അത് ഒഴിവാക്കി തല ഉയർത്തി വെച്ച് ഭക്ഷണം കൊടുക്കുക, അത് ഒരു രീതി. ഇനി ഇത് കൂടാതെ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വെല്ലുവിളികളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സ്ട്രക്ചറൽ ആയിട്ട് അവരുടെ ശരീരഘടനയിൽ തന്നെ വായുടെയും ചുണ്ടിന്റെയും തൊണ്ടയുടെയൊക്കെ ഭാഗത്തുള്ള അവയവങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങളെല്ലാം ഉണ്ടാകും. തളർച്ചയുണ്ടാകാം, ചെറിയ മസിൽസിനൊക്കെ വീക്ക്നെസ് ഉണ്ടാകാം. അത് കാരണവും ഈ പറഞ്ഞ ചോക്കിംഗ് ഉണ്ടാകുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതുപോലെ തന്നെ വായുടെ അകത്തുള്ള നമ്മുടെ നാവ്, താടിയെല്ല്, ഇതിന്റെ എല്ലാം ഉപയോഗം പ്രോപ്പറായിട്ട് നടക്കാതെ കഴിക്കുമ്പോഴും ചവയ്ക്കാൻ സാധിക്കുന്നില്ല, വലിയ ഉരുളയായിട്ട് കുഞ്ഞ് വിഴുങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത് നെറുകയിൽ കയറാം, ശ്വാസനാളത്തിലേക്ക് പോകാം, അങ്ങനെയും സംഭവിക്കാം. അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഫീഡിംഗ് തെറപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെയോ ഉടനെ കാണിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്? അത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഫീഡിംഗ് തെറപ്പി ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അതല്ല സ്ട്രക്ചറൽ ബുദ്ധിമുട്ട്, അവയവ സംബന്ധമായി എന്തെങ്കിലും നമുക്ക് സർജറി കൊണ്ടോ മറ്റോ മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ കാണണം. അങ്ങനെ ഉടനെ തന്നെ വിദഗ്ധരെ കണ്ട് അതിന് വേണ്ടുന്ന പരിഹാരം കണ്ടെത്തേണ്ടതാണ്. കാര്യം ഇതൊരു മെഡിക്കൽ എമർജൻസിയിലേക്ക് നീണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ശരി മാഡം, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മിസ് ലിൻസി ചോദിച്ചിരിക്കുന്നതാണ്, 5 വയസ്സായ ഓട്ടിസം വിഭാഗത്തിൽ പെടുന്ന ഒരു ആൺകുട്ടി കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെയാണ് സംസാരിക്കുന്നത്. ഇത് കറക്റ്റ് ചെയ്യാൻ എന്താണ് വഴി? അശ്വതി മാഡം ആൻസർ ചെയ്യുന്നതാണ്. ഇപ്പം കാർട്ടൂണിലെ ക്യാരക്ടേഴ്സിനെ പോലെ പല കുഞ്ഞുങ്ങളും സംസാരിക്കാറുണ്ട്. കാര്യം ഇപ്പൊ നമ്മൾ പൊതുവെ ഒന്ന് കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 മാസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വീഡിയോ എക്സ്പോഷർ തുടങ്ങും, മൊബൈൽ അല്ലെങ്കിൽ TV. അപ്പോൾ അവര് ഏറ്റവും വീട്ടിൽ ചിലപ്പോൾ അപ്പൂപ്പനോ അമ്മൂമ്മയോ കാണും, അല്ലെങ്കിൽ ചിലപ്പം അമ്മയായിരിക്കും ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നോക്കുന്ന ഒരു മെയ്ഡായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിനിടയിൽ കുഞ്ഞിനെ നോക്കാൻ സമയം കാണണമെന്നില്ല. അപ്പൊ കുട്ടി ആകെക്കൂടി കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളത് ഈ കാർട്ടൂൺ മാത്രമാണ്. അപ്പൊ കുഞ്ഞ് കാർട്ടൂണിലെ കാര്യങ്ങളെ പറയുള്ളൂ, കാർട്ടൂണിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെയോ സംസാരിക്കുള്ളൂ. ഇനി നമ്മളാണ് കൂടുതൽ സംസാരിക്കുന്നതെങ്കിൽ നമ്മളെ പോലെ സംസാരിക്കും. ഇനി ഓട്ടിസം എന്നുള്ള ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം വീഡിയോയ്ക്ക് എക്സ്പോഷറും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലോട്ടൊരു ചായ്വ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ലിൻസി എന്ന് പറയുന്ന മാഡമാണ്. മാഡത്തിന്റെ മകൻ തെറപ്പി എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സ്പീച്ച് തെറപ്പിയോ ബിഹേവിയറൽ തെറപ്പിയോ ഒക്കുപേഷണൽ തെറപ്പിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ സ്പീച്ച് തെറപ്പിസ്റ്റിനെയും ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിനെയും എത്രയും വേഗം കാണിക്കേണ്ടതാണ്, കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്പീച്ച് തെറപ്പിസ്റ്റ് പറഞ്ഞൊരു കാര്യം, കുഞ്ഞിന്റെ സിറ്റുവേഷൻ ഇപ്പൊ എന്താണ് കുഞ്ഞിന്റെ ലാംഗ്വേജ് ലെവൽ, എങ്ങനെയൊക്കെയാണ് കുഞ്ഞ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് നേരിട്ട് കണ്ട് അത് വിശദമായി മനസ്സിലാക്കിയാൽ മാത്രമേ
അതിനുള്ള പരിഹാര മാർഗങ്ങളും പറയാൻ പറ്റുള്ളൂ. കാര്യം ഇത് ഓരോ കുഞ്ഞിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ മാനേജ്മെന്റ്, കുഞ്ഞിനെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഓരോ കുട്ടിയുടെ പ്രശ്നങ്ങളും ഓരോ കുട്ടി ഇൻഡിവിജ്വലിനനുസരിച്ച് മാറ്റങ്ങൾ കൊടുത്തോണ്ടേയിരിക്കണം. അതുകൊണ്ട് കുഞ്ഞിനെ നേരിട്ട് കണ്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനുള്ള പരിഹാരവും നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വീഡിയോ എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക, മീനിങ് ഫുൾ ആക്കുക. കുഞ്ഞ് കാർട്ടൂണിലെ പോലെ സംസാരിക്കുന്ന കാര്യങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് വർത്തമാനം പറയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതാണ് എനിക്ക് ജനറൽ ആയിട്ട് പറയാനുള്ള കാരണങ്ങൾ. ബാക്കിയുള്ളതെല്ലാം നേരിട്ട് കുഞ്ഞിനെ കണ്ടിട്ട് മാത്രമേ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മേഡം സംസാരിക്കാൻ പറ്റുമോ? ഹലോ 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 ചോദിച്ചോളൂ സർ, കേൾക്കുന്നുണ്ട്. മാഡം, എന്റെ ഒരു മകന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മകൻ ഇപ്പം പ്രായം 24 വയസ്സുണ്ട്. അപ്പം അവന്റെ മെയിൻ ആയിട്ടുള്ള സ്പീച്ചിന്റെ പ്രശ്നമാണ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്, അതിൽ പ്രശ്നമില്ല. പക്ഷെ വേണ്ട സമയത്ത് ചോദിക്കുന്നില്ല, അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ അവന് ഡൗട്ട് ഉണ്ടെങ്കിലും അവന് ചോദിക്കില്ല, അല്ലെങ്കിൽ പുറത്തു നിന്നാണെങ്കിലും അവൻ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അവന് റിപ്ലൈ ചെയ്യില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവന് ലാംഗ്വേജിന്റെ ഒന്നും പ്രശ്നമില്ല. ലാംഗ്വേജ്, ഒരുപാട് ലാംഗ്വേജ് എഴുതാനും വായിക്കാനും ഇതെല്ലാം അറിയാം. ലാംഗ്വേജ് ഒരു ഇഷ്യൂ അല്ല. സംസാര ഭാഷാപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കുഞ്ഞിലെ? ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു. ഓട്ടിസം ആയിരുന്നു അവന്റെ പ്രശ്നം. ചെറുപ്രായത്തിൽ അവന് സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓട്ടിസം ഡയഗ്നോസ്ഡ് ആയിരുന്നു അല്ലേ? അതെ അതെ. ഇപ്പം സാറിന് ആള് ഒരു സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ല എന്നാണോ? അതാണ് 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 മെയിനായിട്ട്. ശരി, അശ്വതി മാഡം ആൻസർ ചെയ്യുന്നതാണ്. സാർ ഇപ്പൊ എത്ര വയസ്സായി മോന്? 20 വയസ്സോ? 24 വയസ്സായി. 24 വയസ്സായി. നമുക്ക് സംസാരത്തിൽ ആസ് സച്ച് വർക്ക് ചെയ്യാൻ, അതായത് അതിൽ മാത്രമായിട്ടൊരു മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് എല്ലാം കഴിഞ്ഞു. എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. പക്ഷെ ഇതിപ്പോ ഞാനിങ്ങനെ ഓൺലൈനായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മാത്രം അത് വർക്ക് ആവില്ല. കാര്യം ആള് നേരിട്ട് വന്ന് ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് കുട്ടി ബിഹേവ് ചെയ്യുന്നത്. കാര്യം ഇപ്പോ ഓൺലൈൻ ക്ലാസ് ഒരുപാട് പേര് ഒരുമിച്ചിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. അതിനകത്ത് അയാൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ പോലും ഒരു ഇതുപോലൊരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ്, ഇതിനകത്ത് സംസാരിക്കാൻ കുറച്ചൊരു സഭാകമ്പം കാണും. അതുപോലെ ഇപ്പൊ ഓട്ടിസം ഡയഗ്നോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അവൻ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് അവന് നല്ല രീതിയിൽ ഉണ്ടാകും. അപ്പൊ അതിന് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവന് ആവശ്യങ്ങൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ടീച്ചറുമായിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പാർട്ട്ണറുമായിട്ട് പറയാൻ വായ കൊണ്ട് തന്നെ പറയണം എന്നില്ലല്ലോ. അത് പറയാനായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പൊ ഈ ചാറ്റ് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അതുപോലെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. പക്ഷെ അവൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പം ഓൺലൈൻ മീറ്റിംഗിലത്തെ കാര്യമല്ല പറയുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് മുന്നിൽ ഒരാൾ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെ പുറത്തെങ്ങാനും പോകുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ഒന്നും സംസാരിക്കില്ല. അപ്പൊ ഇത് അത് ഇപ്പൊ 24 വയസ്സായി. അപ്പൊ ഇതിനോടകം ഈ ഒരു ഏജിലുള്ള കുട്ടികളാവുമ്പോ പൊതുവെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കും. കാര്യം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു വ്യത്യാസം അവർക്ക് എന്തായാലും കാണും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വീണ്ടും ഒരുപാട് അവനെ പുറത്തോട്ട് കൊണ്ടുപോവുക, മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക. ആദ്യമൊന്നും ഇന്ററാക്ട് ചെയ്യില്ല, പക്ഷെ പലതരത്തിലുള്ള പല സാഹചര്യങ്ങളിൽ അവനെ കൊണ്ടുപോയി അവനെ കൊണ്ട് അത് ഡീസെൻസിറ്റൈസ് ചെയ്യുക. ആൾക്ക് ആ ബുദ്ധിമുട്ടിനെ പതുക്കെ മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. നമുക്കൊരു തീർച്ചയാണ് ഒരു പരിഹാരം എന്ന് പറയാൻ സാധിക്കില്ല. ശ്രമിച്ചു നോക്കുക, പലതും ട്രൈ ചെയ്തൊന്ന് നോക്കാം. പക്ഷെ അവൻ പിന്നെ ട്രെയിനിങ് സെന്ററിലും സ്കൂളിലും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പൊ പിന്നെ അവന് മുന്നോട്ട് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട്, ഡിഗ്രി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മതിയാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം കൂടുതലായിട്ടും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് അപ്പൊ ഇതാണ് ഇതിന്റെ മെയിനായിട്ട് കമ്പ്യൂട്ടറിൽ ഇപ്പൊ അവൻ ചെയ്യുന്നത് ഡാറ്റ അനോട്ടേഷന്റെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് പല സംശയങ്ങളും ഉണ്ടാവും. അവൻ
അവൻ ചോദിക്കില്ല, പക്ഷെ അതിന് എനിക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതാണ്. അതിപ്പോ ഇപ്പൊ ക്ലാസ്സിൽ നേരിട്ട് ടീച്ചറിനോടാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് പേഴ്സണൽ കോൺവെർസേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ചും കൂടി ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും. കാര്യം എപ്പോഴും ഇവര് വളരെയധികം പാരന്റ്സിന് ഡിപ്പെൻഡന്റ് ആയിരിക്കും. വളരെ കുഞ്ഞുനാള് മുതലേ പാരന്റ്സ് ആയിരിക്കും കൂടെ നടന്ന് ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതും. പറയൂ, അത് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളെല്ലാത്തിലും അവരെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുഞ്ഞുനാളിലെ സ്പീച്ച് എപ്പോഴെല്ലാം. അതുകൊണ്ട് പാരന്റ്സ് ഒത്തിരി അധികം ഡിപ്പെൻഡ് ചെയ്യുകയും എല്ലാത്തിനും പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ള ഒരു ഇത് അവർക്കുണ്ട്. ഒരു കോൺഫിഡൻസ് ഇഷ്യൂ അവർക്ക് നല്ലതായിട്ടുണ്ടാവും. അപ്പൊ അവന്റെ കോൺഫിഡൻസ് നമ്മൾ ബെറ്ററാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ 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 ഓക്കെ. ഈ ഒരു ചോദ്യത്തിന് അഞ്ജു മാം എന്തെങ്കിലും? ഇല്ല, സെയിം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒന്നും നമ്മുടെ ഏജ് സ്പീച്ചിലാണെങ്കിൽ ഓൾറെഡി മാം പറഞ്ഞു കഴിഞ്ഞു. ഏജ് ഒരു ഫാക്ടർ തന്നെയാണ് ഈ ഒരു പ്രായത്തില്. അതുപോലെ തന്നെ ഈ സെയിം ഇഷ്യൂ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. മാക്സിമം നമ്മളൊരു ഇന്ററാക്ഷൻ, സോഷ്യൽ ഇന്ററാക്ഷനുള്ള ബുദ്ധിമുട്ടും കൂടെ കുട്ടിക്ക് ഉള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വരും. സെയിം തന്നെ ആയിരിക്കും നമ്മൾ വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഇതേ ബുദ്ധിമുട്ട് കുട്ടി കാണിക്കാനും സാധ്യതയുണ്ട്. വേറെ ആൾക്കാരുടെ ഇടപെടുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് ഉത്തരം പറയുമായിരിക്കും. കുട്ടിയായിട്ട് എന്തെങ്കിലും ചോദിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ക്ലാസ്സിൽ വരുമ്പോഴും ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കുട്ടിയെക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കാനുള്ളത്, എങ്ങനെ ചോദിക്കണം, എന്ത് ചോദിക്കണം എന്ന് അറിയായിരിക്കും, പക്ഷെ അത് എങ്ങനെ ചോദിക്കണം എന്ന് കുട്ടിക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റി മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക, പുറത്ത് കൊണ്ടുപോവുക, ആൾക്കാരോട് കുറച്ചധികം ഇടപെടാൻ ഒന്ന് ശ്രമിപ്പിക്കുക. കഴിയും പരിചയമുള്ള ആൾക്കാരെടുത്ത് ആദ്യം തുടക്കത്തില് പതിയെ പതിയെ അതൊന്ന് അതിന്റെ അളവൊന്ന് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ വരുവാണെങ്കിൽ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കണം. അതിന് നമുക്ക് ഇപ്പം സെഷനായിട്ട് ഇപ്പൊ ക്ലാസ്സിന്റെ സമയത്ത് തന്നെ പാരന്റ്സിന് കുട്ടീനെ ഒന്ന് പറയിപ്പിക്കാൻ നോക്കാം. ഇതിനെ ചോദിക്കുക, ആ രീതിയിൽ എന്തെങ്കിലും സമയമെടുക്കും. ഇതുപോലെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാണെങ്കിൽ കുട്ടിക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യങ്ങളെല്ലാം സംസാരവും ഫീഡിംഗ് ഡിഫിക്കൽട്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അശ്വതി മാം ആയിരിക്കും ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമൃത സുരേന്ദ്രന്റെയാണ്. മോന് 3 വയസ്സ് കഴിഞ്ഞു. സംസാരിച്ച് തുടങ്ങിയത് ലേറ്റ് ആയിട്ടാണ്. സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പൊ വേർഡ്സ് പറയുമ്പോഴെല്ലാം നമ്മൾ പറയുന്നത് പോലെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊരു പ്രോബ്ലം ആണോ എന്നാണ് ചോദ്യം. ഇത് ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല. ഇത് ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ടാണ്. കുഞ്ഞ് ലേറ്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങി ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കേൾക്കുന്നത് അതുപോലെ പറയുന്നു. എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തോ പറയണം എന്ന് മാത്രമേ അറിയുള്ളൂ. ആ ഒരു സ്റ്റേജിൽ അവർ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യവും ഉത്തരവും നമ്മൾ തന്നെ കൊടുക്കണം സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഇപ്പൊ കുട്ടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചില കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ചില കുഞ്ഞുങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നു. അതിനെ അവർ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മോഡിഫൈ ചെയ്ത് അവരുടെ സാഹചര്യത്തിനൊത്ത് പറയുന്നു. അങ്ങനെ പല രീതിയിലുണ്ടാവും. ഇതെല്ലാം നമ്മൾ ആ കുഞ്ഞിന്റെ സാഹചര്യമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ച് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറും. ഇതിനിപ്പോ ഒരു ഉത്തരം പറയുകയാണ്, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞ് ഇപ്പൊ നമ്മൾ പറയാണ് മോൻ വീഴുമ്പോഴത്തേക്ക് നമ്മൾ പറയാം അയ്യോ മോനെ വീണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ കുഞ്ഞും അയ്യോ മോനെ വീണോ എന്നായിരിക്കും പറയുന്നത്. അല്ലാതെ വീണു എന്ന് അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. പക്ഷെ കുഞ്ഞ് ചിലപ്പോൾ പിന്നീട് അവൻ തന്നെ വീഴുമ്പോഴത്തേക്കും അയ്യോ മോനെ വീണോ എന്ന് പറയാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അത് നമ്മൾ മോഡിഫൈ ചെയ്തിരുന്നു. അയ്യോ മോൻ വീണല്ലേ, അതുകൊണ്ടാണോ വീണു എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ ഒന്ന് മാറ്റി പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവന്റെ ആ സംസാര രീതി, അവന്റെ ചിന്താഗതി തന്നെ മാറി അവൻ ബെറ്ററായി വേറൊരു രീതി ലാംഗ്വേജ് ഡെവലപ്മെന്റ് കുറച്ചും കൂടെ ബെറ്ററായി നടക്കും. പിന്നെ ലാംഗ്വേജ് ഡിലേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സ്പീച്ച് തെറപ്പി എടുക്കണം. ഈ ഒരു ടെക്നിക്ക് ഞാനിപ്പോ ഈ പറഞ്ഞു തന്നത് കൊണ്ട് മാത്രം കുഞ്ഞിന് മാറ്റം വരില്ല. തീർച്ചയായിട്ടും സ്പീച്ച് തെറപ്പിക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ്, കാര്യം ഈ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ റെഗുലർ ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് റെഗുലർ സ്പീച്ച് തെറപ്പിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മിസ് ആശ
ചോദിച്ചിരിക്കുന്നതാണ്. മോന് 10 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും ഫുഡ് ചവച്ചരച്ച് കഴിക്കുന്നില്ല. എപ്പോഴും വിഴുങ്ങിയാണ് കഴിക്കുന്നത്. ഗ്ലോബൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയായിരുന്നു. ഇപ്പോൾ തെറപ്പിക്കൊക്കെ കൊണ്ടുപോയി നോർമൽ സ്റ്റേജ് ആയിട്ടുണ്ട്. പക്ഷെ ഫുഡ് ചവച്ചരച്ച് കഴിക്കുന്നില്ല. പല ശ്രമങ്ങളും നടത്തി, ഒന്നും സക്സസ് ആയില്ല. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ? അതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും, പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ ആണ് എന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും പ്രോബ്ലം ആയിരുന്നോ എന്നുള്ളതെല്ലാം നോക്കണം. സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പ്രസന്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആ ബുദ്ധിമുട്ട്, എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത്, മോട്ടോർ ഡിഫിക്കൽട്ടി ആണോ സെൻസറി ഡിഫിക്കൽട്ടി ആണോ എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമുക്കിതിൽ കുഞ്ഞിന്റെ ഫീഡിങ്ങിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ, മോഡിഫിക്കേഷൻസ് എല്ലാം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനൊരു ഫീഡിംഗ് തെറപ്പിസ്റ്റിനെ തന്നെ നേരിട്ട് കണ്ട് പരിശോധനകൾ കൃത്യമായിട്ട് ചെയ്ത് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മിസ് മിനി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ചോദ്യം വായിക്കാം. കുഞ്ഞ് വീട്ടിൽ നല്ലപോലെ സംസാരിക്കാറുണ്ട്. പക്ഷെ പുറമേ ഉള്ള ആളുകളെ കണ്ടാൽ പേര് ചോദിച്ചാൽ പോലും പറയാൻ മടിയാണ്. എന്നാൽ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായി ഇടപെടാറുണ്ട്. അത് എന്തുകൊണ്ടാകാം? എങ്ങനെ മാറ്റാം? ഈ ചോദ്യം അഞ്ജു മാഡം ആൻസർ ചെയ്യാമോ? ചോദ്യം കുറച്ചും കൂടെ വ്യക്തമാക്കാമായിരുന്നു. എത്ര വയസ്സുള്ള കുട്ടിയാണ്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മുൻപ് ഉണ്ടായിരുന്നു കുഞ്ഞിന്? കുറച്ചും കൂടി മാഡം ഡീറ്റെയിൽസ് തരാമോ? കുട്ടിയാണ്, ആൺകുട്ടിയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വ്യക്തമല്ലായിരുന്നു. 3 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്, ആൺകുട്ടിയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ? അംഗൻവാടിയിൽ പോകുന്നുണ്ട്. അംഗൻവാടിയിൽ പോകുമ്പോഴും അവിടുത്തെ കുട്ടികളായിട്ട് ഇടപഴകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോഴാണ് പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ കാണുമ്പോൾ പേരുണ്ടാകുന്നൊന്നും അറിയില്ല. വ്യക്തമല്ലെന്ന് പറയുന്നത്. പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും കണ്ടാ പേരെന്താ മോനെ എന്ന് ചോദിക്കും, അങ്ങനെയൊന്നും ആൻസർ ചെയ്യില്ല. 3 വയസ്സിൻ്റെതായിട്ടുള്ള സ്പീച്ച് നല്ല രീതിയിൽ ഉണ്ടെന്ന് ഉറപ്പുള്ളതാണോ? ഹലോ, കേട്ടില്ലായിരുന്നോ? ഒന്നുകൂടെ വ്യക്തമാക്കാമോ? എനിക്ക് വ്യക്തമാണ്. ഡിസ്റ്റർബ്ഡ് ആയിരുന്നു സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. ഒന്നുകൂടെ പറയാമോ? ചോദ്യം ചോദിക്കുന്ന മീൻസ് നിങ്ങളുടെ ബാക്കി എല്ലാവരും മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാമോ? നമുക്ക് നന്നായിട്ട് കേൾക്കാം. മീൻസ് നിങ്ങൾ ഒന്നും കൂടെ ഡീറ്റെയിൽസ് തരാമോ? മാഡം, 3 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്, ആൺകുട്ടിയാണ്, നല്ലപോലെ സംസാരിക്കും, വീട്ടിലെല്ലാം നല്ലപോലെ സംസാരിക്കും. പുറത്തിറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ടെന്നാണ് പറഞ്ഞത് അല്ലേ? അതെ. വീട്ടിൽ ആൾക്കാർ ആരെങ്കിലും വരുവാണെങ്കിൽ അവരോട് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടോ? ബന്ധുക്കളോ, ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ചു മറുപടി പറയാനോ മോനായിട്ട് അങ്ങോട്ട് ചോദിക്കാനോ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണിക്കാറുണ്ടോ? ആദ്യം അത് ബുദ്ധിമുട്ടാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ സംസാരിക്കും. അത് ഓക്കെയാണ്. പുറത്ത് പോകുമ്പോൾ ചടങ്ങിനോ അല്ലെങ്കിൽ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അതെ. ഓക്കെ. ചിലപ്പോൾ 3 വയസ്സെല്ലാം ആയിട്ടുള്ളൂ. അപ്പൊ വളർന്നു വരുന്നതേ ഉള്ളൂ. തുടക്കത്തിൽ അതിന്റെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കാരണം
വേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീട്ടിൽ മാത്രമല്ല സ്കൂളിൽ പോകുമ്പോഴും കാണിക്കുന്നുണ്ട്. സ്കൂളിൽ കുട്ടി ബാക്കി എല്ലാവരുമായിട്ട് ഇടപഴകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് അല്ലേ? വീട്ടിൽ ആൾക്കാർ വന്നാലും ഒരു സമയം കഴിഞ്ഞു. സാധാരണ ഈ പ്രായത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു പ്രായം വരെ എങ്ങനെയാണ് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഹലോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അമ്മ ഒന്ന് ഒരുപാട് നിർബന്ധിക്കരുത്. കുട്ടിയെ സംസാരിപ്പിക്കാൻ വേണ്ടി സമയമെടുക്കും. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ. ഇപ്പൊ 3 വയസ്സായിട്ടുള്ളൂ. സമയമെടുക്കും. ഒന്ന് ആൾക്കാരായിട്ട് ഇടപഴകി വരാനൊക്കെ സമയമെടുക്കും. അതുകൊണ്ട് അത് കൂടുതൽ ഫോഴ്സ് ചെയ്യാൻ നിൽക്കരുത്. പതിയെ പതിയെ. ഓക്കെ. ഹലോ മാഡം, ഇപ്പം അഞ്ജു മാഡം പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാം. അതിനോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ലാംഗ്വേജ് ടെസ്റ്റും കൂടി ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കാം. കാരണം വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് മാഡം പറഞ്ഞെങ്കിലും നമുക്കൊന്ന് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങാനും കാരണമാണോ കുഞ്ഞ് ഇനി മറ്റുള്ളവരോട് സംസാരിക്കാൻ മടി കാണിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ലാംഗ്വേജ് അസസ്മെന്റും കൂടി ഒന്ന് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ മാം, താങ്ക് യു. അടുത്ത ചോദ്യം. ഹലോ ചോദ്യം ചോദിച്ചോളൂ. ഹലോ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ ഹലോ ചോദ്യം ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. എന്റെ മോന് 2.25 വയസ്സായി. ചോദ്യം ചോദിക്കുന്ന ആൾ മാത്രം മൈക്ക് ഓൺ ചെയ്യാമോ? ബാക്കിയുള്ളവരൊന്ന് ഓഫ് ചെയ്യാമോ? ചോദിച്ചോളൂ. ചോദ്യം ചോദിച്ചോളൂ മിസ് അജ. ക്വസ്റ്റ്യൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. 4.5 വയസ്സാവും, സംസാരം കുറവാണ്, ഇംഗ്ലീഷ് വേർഡ്സ് ആണ് കൂടുതലും പറയുന്നത്. ഈ ചോദ്യം കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇവിടെ ആൻസർ ചെയ്യാൻ പോവാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാമോ? വെയിറ്റ് ചെയ്യാമോ? ഇപ്പൊ ഒരു ചോദ്യം നമ്മൾ ആൻസർ ചെയ്തോണ്ടിരിക്കുകയാണ്. 3 4.5 വയസ്സാവുന്നു, സംസാരം കുറവാണ്, ഇംഗ്ലീഷ് വേർഡ്സ് ആണ് കൂടുതലും പറയുന്നത്. എക്സാമ്പിൾസ് നോ, നോ, താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു വാക്കായിട്ട് പറയുന്നില്ല. ആംഗ്യഭാഷയാണ് കൂടുതലും. കുഞ്ഞ് അംഗൻവാടി പോകുന്നുണ്ട്. ഈ വർഷം സ്കൂളിൽ ചേർക്കണമെന്നുമുണ്ട്. പക്ഷെ മോൻ നന്നായിട്ട് സംസാരിക്കാത്തത് കൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട്. ഫുൾ ടൈം കാർട്ടൂൺ കണ്ടുവരുന്നു. ഇപ്പൊ കുറച്ച് കുറവുണ്ട്, എന്നാലും നന്നായിട്ട് സംസാരിക്കുന്നില്ല. അശ്വതി മാം ആൻസർ ചെയ്യുന്നതാണ്. മാഡം, കുഞ്ഞിന് 4 വയസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ, 4.5 വയസ്സ്. 4.5 വയസ്സായി, നല്ല രീതിയിൽ കാർട്ടൂൺ കാണുന്നുണ്ടായിരുന്നു എന്ന് മാഡം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് ആ കാർട്ടൂൺ കാണുന്നത് അങ്ങ് നിർത്തുക എന്നുള്ളതാണ്, കുറയ്ക്കുക എന്നുള്ളതല്ല. കാര്യം ഇത്രയും ഡിലേ ഉള്ള സ്ഥിതിക്ക് ഇനിയും നമ്മളത് കാർട്ടൂൺ കാണിക്കരുതെന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. ഇന്നത്തെ പല പഠനങ്ങളും കുറച്ചൊക്കെ ഒരു അരമണിക്കൂറൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. റെസ്ട്രിക്റ്റഡ് ടൈമിൽ നമ്മുടെ സൂപ്പർവിഷനോട് കൂടി കാർട്ടൂൺ കാണിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും ഡിലേ ഉണ്ട് മോന്. 4.5 വയസ്സായി. അപ്പം ഒരു വാക്ക് പോലും നേരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കാർട്ടൂണിൽ കാണുന്ന കാര്യങ്ങളാണ് കുഞ്ഞ് ഈ പറയുന്ന വേക്കപ്പ്, സ്നോ, നോ, താങ്ക് യു. ഇതെല്ലാം കാർട്ടൂണിലൂടെ കുഞ്ഞ് പഠിച്ച വാക്കുകളാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ ആണ്. വീട്ടിലുള്ള സാഹചര്യങ്ങൾ കുറച്ചൊന്നും നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഈ കാർട്ടൂണും TV എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം.
നിങ്ങൾ മാതാപിതാക്കൾ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, വീട്ടിലുള്ള ആൾക്കാരെല്ലാം കുഞ്ഞുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുക എല്ലാ സാഹചര്യത്തിലും. ഇപ്പൊ ചിലപ്പോൾ രാവിലെ അമ്മയ്ക്ക് സമയം കിട്ടിയെന്ന് വരില്ല, ആ സമയത്ത് അച്ഛന് കുഞ്ഞുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ററാക്ട് ചെയ്യാം, വൈകിട്ട് അമ്മയ്ക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ററാക്ട് ചെയ്യാം, പുറത്ത് കൊണ്ടുപോകാം, കുഞ്ഞുമായിട്ട് കളിക്കാം, വാക്കുകൾ ഉപയോഗിച്ച് കളിക്കാം. അതായത് ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എന്താണ് കഴിക്കുന്നതെന്നും കഥ പറഞ്ഞു കൊടുത്തും സിംഹത്തിന്റെ വായിൽ ഫുഡ് വെച്ചു കൊടുക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് ഇമാജിനറി സ്റ്റോറീസ് എല്ലാം പറഞ്ഞ് കുഞ്ഞുമായിട്ട് കളിക്കാം. അങ്ങനെയുള്ള കളികളിലൂടെ എല്ലാം കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് വീടുകളിൽ തന്നെ സാധിക്കും. നമ്മൾ വീട്ടിൽ ഉള്ള മുതിർന്ന ആൾക്കാരും ഈ പറഞ്ഞ സ്ക്രീൻ ടൈം എല്ലാം കുറയ്ക്കുകയും നമ്മളും അവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് ഒരുപാട് മാറ്റങ്ങൾ വരും. സ്ക്രീൻ ടൈം കുറച്ചത് കൊണ്ട് കാര്യമില്ല, നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെയധികം കൂട്ടുകയും, അതുപോലെ കുഞ്ഞിനെ 4.5 വയസ്സായില്ലോ, ഇനി ഇതിനോടകം തന്നെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കേണ്ടതായിരുന്നു. ഇപ്പൊ തന്നെ അടുത്ത വർഷമാകണമെന്നില്ല, ഉടനെ തന്നെ ഒരു പ്ലേ സ്കൂളിൽ കുഞ്ഞിന് അഡ്മിഷൻ എടുക്കുക, അവരോട് പറയുക കുഞ്ഞിന് ചെറിയ സ്പീച്ച് ഡിലേ ഉണ്ട്, അതുകൊണ്ട് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുക, കുഞ്ഞിനെ സ്കൂളിൽ വിടുക. പിന്നെ അതുപോലെ സ്പീച്ച് തെറപ്പി 4.5 വയസ്സായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡിലേ ഉണ്ട്, അതുകൊണ്ട് എത്രയും വേഗം സ്പീച്ച് തെറപ്പി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം സ്പീച്ച് തെറപ്പിയും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നേരത്തെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന അടുത്തിന് ചോദിക്കാം. ചോദ്യം ചോദിച്ചോളൂ. വയസ്സായി. ക്ലിയർ ആയില്ലെന്ന് റിപ്പീറ്റ് ചെയ്യാമോ? എന്റെ മകനെ 2.25 വയസ്സാകുന്നു. 2.25 വയസ്സാകുന്നു മകന്. ചോദിച്ചോളൂ. അവൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അച്ഛനമ്മ പിന്നെ ചില പേരുകൾ പറയും, വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 2 വാക്കുകൾ ഇങ്ങനെ കൂട്ടി അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എവിടെ പോയതാന്ന് ചോദിക്കത്തില്ല, എന്താ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിക്കണം. 2.25 വയസ്സായി, അപ്പൊ കുഞ്ഞിന് ചെറിയൊരു ഡിലേ ഉള്ളതായിട്ടാണ് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിക്കണം. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കേട്ടിട്ടത്തോളം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വൈകിക്കണ്ട. ആണല്ലേ? അപ്പൊ ഇന്നലെ തൊട്ട് ഞങ്ങളിങ്ങനെ അംഗനവാടി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇനി പിള്ളേരായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇത് കഴിയുമ്പോ ഒന്ന് ആവുമോന്നറിയാൻ വേണ്ടി. നല്ല കാര്യം. അത് പ്ലേ സ്കൂളിലോ അംഗൻവാടിയിലോ എത്രയും വേഗം തന്നെ വിട്ട് റെഗുലറായി വിടണം. ആദ്യമായിട്ട് വിടുമ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കരയും, പോകാതിരിക്കാൻ മടി കാണിക്കും, നിരന്തരമായ അസുഖങ്ങൾ വരും. പക്ഷെ എന്നാലും നമ്മൾ അസുഖം വരുന്നു കരയുന്നു എന്ന് കരുതി വിടാതിരിക്കരുത്. അതൊക്കെയാണ് ഇവിടെ വരുന്ന മാതാപിതാക്കൾ സ്ഥിരമായിട്ട് പറയുന്ന കുറെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അങ്ങനെ വിടാതിരിക്കരുത്. അസുഖം മാറുമ്പോൾ വീണ്ടും വിടണം. കരയും, അതൊക്കെ കുട്ടികൾ നമ്മളും എല്ലാവരും കരഞ്ഞിട്ടുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും കുഞ്ഞുങ്ങളെ വിടുക. അപ്പം ഇപ്പം വേറെ ആരും കൂട്ട് കക്ഷിക്ക് അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഇപ്പം എന്റെ വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അങ്ങനെ ഒരു പിള്ളേരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ആരെങ്കിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷം, അവരായിട്ട് കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ അന്നേരം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ അംഗനവാടി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് നോക്കിയതിന് ശേഷം ഇത് ഡോക്ടറിനെ കാണിച്ചാൽ മതിയോ അതോ ഉടനെ കാണിക്കണോ? അല്ല, ഉടനെ തന്നെ കാണിക്കുക കേട്ടോ. ഒന്ന് കാണിച്ചോളൂ. കാണിക്കുന്നത് കൊണ്ട് നമ്മൾ തെറപ്പി എടുക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ വിദഗ്ധരെ കാണിച്ച് അവരുടെ അഭിപ്രായം നമുക്ക് നേടാലോ. എന്താണ് അവർ പറയുന്നത്, ഡിലേ ഉണ്ടോ, സ്പീച്ച് തെറപ്പി വേണമെന്ന് അവർ പറയുന്നുണ്ടോ എന്നുള്ളതിൽ നേരിട്ട് കണ്ട് പറയുന്നത് പോലെ ആവില്ല. ഞാനിപ്പോ ഇതിൽ കൂടെ പറയുന്നതാണെങ്കിൽ എനിക്ക് ഒന്ന് ഗൈഡ് ചെയ്ത് തരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നേരിട്ട് കാണിക്കുക. കാണിക്കുമ്പോൾ അവർ പറയും റെഗുലറായിട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം. ഓക്കെ മാം. അപ്പൊ നമുക്ക് ഇവിടെ അടുത്തായിട്ടുള്ള സ്പീച്ച് തെറാപ്പി സെന്റർ എവിടെയാണ്? ഇപ്പൊ എവിടെയാണ്? തിരുവല്ല, പത്തനംതിട്ട. ഒരു കാര്യം ചെയ്യാമോ? ഇവിടെ നമുക്ക് സ്ക്രീനില് നിഡ സ്ട്രീമിന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാമോ? ആ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് അങ്ങ് ചോദിച്ചാൽ നിയറസ്റ്റ് സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് തരും. ഓക്കെ മാം. കോട്ടയം ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടോ? എന്റെ വീട് കോട്ടയം വൈക്കമാണ്. അതാ നമുക്ക് റെഫർ ചെയ്യണം. ഈ നമ്പറിൽ ഒന്ന് വിളിക്കൂ. ഫസ്റ്റ് നമ്പർ സ്കീമിന്റെ നമ്പർ
വിളിച്ചാല് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓക്കെ മാം, താങ്ക് യു. ഒരു ചോദ്യം നമുക്ക് ചാറ്റ് ബോക്സിലുണ്ട്, സംസാരമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. മോൻ ചോദിച്ചിരിക്കുന്നത്, മോൻ സംസാരിക്കുന്നത് ക്ലിയർ അല്ല, ഇപ്പൊ 3 വയസ്സും 3 മാസവുമായി. സംസാരിക്കുമ്പോൾ ഒരു വാക്കിന്റെ ആദ്യത്തെ അക്ഷരം മാത്രമേ പറയുള്ളൂ. ചോദ്യം. സംസാരിച്ചു തുടങ്ങിയപ്പോ കുഞ്ഞിന് ഡിലേ ഉണ്ടായിരുന്നു. ഈ പൂജ മാഡം മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഉത്തരം തന്നാൽ നല്ലതായിരിക്കും. സംസാരിച്ചു തുടങ്ങാൻ ഡിലേ ഉണ്ടായിരുന്നിരിക്കണം കുഞ്ഞിന്, അതുകൊണ്ടാണ് ഈ ചെറിയ അക്ഷരത്തെറ്റുകളൊക്കെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതല്ലാതെ എന്തെങ്കിലും ഞാൻ എന്റെ പ്രസന്റേഷന്റെ ഇടയിൽ പറഞ്ഞതുപോലെ പൂജ മാഡം മാഡം ഒന്ന് പറയാമോ എന്താണ് ശരിക്കുള്ള കുഞ്ഞിന്റെ ബുദ്ധിമുട്ടെന്ന്? നല്ലോണം സംസാരിക്കുന്നത് ആദ്യത്തെ അക്ഷരം മാത്രമേ പറയത്തുള്ളൂ. സംസാരിച്ച് തുടങ്ങുന്നു പറയും, ചിലത് പകുതി മുക്കാൽ ആക്ഷൻ ആണ്. അതെ, സംസാരം എത്ര വയസ്സിലെ തുടങ്ങിയത്? 1 വയസ്സൊക്കെ ആയപ്പോ കുഞ്ഞ് സംസാരിച്ച് തുടങ്ങിയായിരുന്നോ? ഇല്ല, ഡിലേ ഉണ്ടായിരുന്നു. ഒരു 2.5 കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് അപ്പൊ ആ ഡിലേ കാരണമാണ് ഈ അക്ഷരത്തെറ്റും അക്ഷരോച്ചാരണ പ്രശ്നമൊക്കെ വന്നിരിക്കുന്നത്. അത് കുഞ്ഞതെല്ലാം പഠിച്ചെടുക്കാനുള്ള ഒരു ടൈം കൊടുക്കണം നമ്മള്. അപ്പൊ അത് ഒന്ന് സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിച്ച് സ്പീച്ച് തെറപ്പിയും കൂടെ ഒന്ന് പ്രൊവൈഡ് ചെയ്തുകയാണെങ്കിൽ ഇതൊന്ന് കുറച്ച് സ്പീഡപ്പ് ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. കാര്യം തെറപ്പി ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന്, ഓവറോൾ ഡെവലപ്മെന്റിനെ അത് അഫക്ട് ചെയ്യും. സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴും അവൻ ആ ഒരു ഡിലേയും കൊണ്ടായിരിക്കും പോകുന്നത്. അപ്പം ടീച്ചർ ക്ലാസ്സിൽ പറയുന്നത് മറ്റു കുട്ടികളുമായിട്ടുള്ള ഇടപെടലും എല്ലാം ബുദ്ധിമുട്ടിൽ വരും. അപ്പൊ അത് കാരണം അത്രയും നമ്മൾ കൊണ്ടുപോകണ്ടേ. ഇപ്പൊ 2.5-2.25 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇപ്പൊ ഒരു 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സും 3 മാസവും. അതെ, അപ്പൊ നമ്മളിപ്പോ സ്കൂളിൽ ചേർക്കേണ്ട പ്രായമൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും വേഗം സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിച്ച് സ്പീച്ച് തെറപ്പിയും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പൊ അവൻ അംഗൻവാടി പോകുന്നുണ്ട്. അപ്പൊ മറ്റു കുട്ടികൾ ഇവനോട് സംസാരിക്കും, പക്ഷെ ഇവൻ തിരിച്ച് പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ്, അവന് തിരിച്ചങ്ങോട്ട് പറയാനും ബുദ്ധിമുട്ട് കാണും, അവർക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് കാണും. അപ്പൊ അത് അവർ തമ്മിലുള്ള ബന്ധത്ത് അത്ര നല്ലൊരു ബന്ധത്തിൽ പോകത്തില്ല. കാര്യം കളിക്കാനുള്ള കൂട്ട് കിട്ടില്ല, കാര്യം പറയുന്ന മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അത് ഏറ്റവും സുഗമമായിട്ട് കാര്യങ്ങൾ പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുന്നത്, ലാംഗ്വേജ് ടെസ്റ്റ് എവിടെയൊക്കെ ചെയ്യും? എനിക്ക് മാം തന്നെയാണ് സാധാരണ സ്പീച്ച് പത്തോളജിസ്റ്റ് ആണ് സംസാര ഭാഷ റിലേറ്റഡ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നിഷിലുണ്ട്. മറ്റ് നിങ്ങൾ താമസിക്കുന്ന ഏരിയയുമായിട്ട് നിയറസ്റ്റ് സെന്റേഴ്സ് ഏതെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിഡാസ് ടീമിന്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് തരുന്നതാണ്. മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ, ചോദ്യമുണ്ട്, ചോദിച്ചോളൂ. മേഡം, ഞാൻ ഇപ്പം വിളിച്ചത് തന്നെയാണ്. മോന് 3 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പൊ ഈ ജൂണിൽ അവന് സ്കൂളിൽ ചേർക്കാൻ പറ്റുമോ? കാരണം സംസാരം റെഡി ആയിട്ടും ഇല്ല. അപ്പൊ ഈ വർഷം ചേർക്കണോ അടുത്ത വർഷം ചേർക്കുന്നതാണോ നല്ലത്? മാഡം, സംസാരം ഡെവലപ്പ് ആയതിനു ശേഷം നമ്മൾ സ്കൂളിൽ ചേർക്കാൻ നിൽക്കണ്ട. നമുക്ക് അതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്ലേ സ്കൂളിൽ ഇപ്പൊ 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ഒരു പ്ലേ സ്കൂളിൽ ചേർക്കുക, അല്ലെങ്കിൽ അംഗൻവാടിയോ പ്ലേ സ്കൂളോ. കുറച്ച് കുഞ്ഞുങ്ങൾ നല്ലതായി അംഗൻവാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷം സ്കൂളിലോട്ട് ചേരണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു സ്കൂൾ സെറ്റപ്പിലോട്ടൊന്ന് വിടുക, ഒരു പ്ലേ സ്കൂൾ പോലുള്ള ഒരു സെറ്റപ്പിലേക്ക് വിടുക. കാര്യം അവൻ ആ രീതികളുമായിട്ട് യോജിച്ചു പോരണമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിടുമ്പോ തന്നെ കുഞ്ഞിന് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. ഒപ്പം നിങ്ങൾ സ്പീച്ച് തെറപ്പിയും കൂടി എടുക്കുമ്പോൾ സ്പീച്ച് തെറപ്പി എടുക്കണം. വീട്ടിൽ ഞാൻ നേരത്തെ ഒരു മാഡത്തിനോട് പറഞ്ഞ പോലുള്ള ഇന്ററാക്ഷൻ, കുഞ്ഞുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ആ മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്യണം. അതുപോലെ സ്കൂളിലും എല്ലാം കൂടി ആകുമ്പോൾ കുഞ്ഞിന് ഓവറോൾ ആയിട്ടൊരു മാറ്റം വരും.
അപ്പൊ അടുത്ത വർഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കൂളില് ചേർക്കാം. അവനോട് ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോ അവൻ നിൽക്കൂല. അവൻ കൂടുതലും കളിയും പിന്നെ കാർട്ടൂണും കൂടുതലാണ്. TV വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കണം. TV മൊബൈലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അത് രണ്ടും വെച്ച് കൊടുക്കണ്ട. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അത് ഒഴിവാക്കിയിട്ട് കുഞ്ഞുമായിട്ട് നമ്മൾ സംസാരിക്കാൻ നിന്ന കുഞ്ഞുങ്ങൾ നിൽക്കില്ല. അവരുമായിട്ട് നമ്മൾ കളിക്കുക വേണം ചെയ്യാൻ. കളിയുടെ ഇടയിലൂടെ കഥകളും കാര്യങ്ങളും പറയുമ്പോൾ അവർ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും. അല്ലാതെ മോനെ ബാ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ കാര്യം പറയാമെന്ന് പറഞ്ഞവർ ഒരിക്കലും കേൾക്കില്ല. അതുകൊണ്ട് അവരുമായിട്ട് കളിക്കുക. അവർക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ നമ്മൾ മാറിയാലേ പറ്റുള്ളൂ. അപ്പം സ്പീച്ച് തെറാപ്പി കഴിഞ്ഞ അവിടുത്തെ മാഡത്തിനോട് ചോദിച്ചിട്ട് സ്കൂളിലാക്കാൻ പറ്റും അല്ലേ? എന്തായാലും സ്കൂളിൽ അഡ്മിഷൻ എടുത്തോളൂ. എന്നിട്ട് ഇപ്പൊ അംഗൻവാടി പോകുന്നുണ്ട്, അത് പതുക്കെ ഒരു പ്ലേ സ്കൂളിലോട്ട് അഡ്മിഷൻ എടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുഞ്ഞിനെ സ്കൂളിൽ റെഗുലർ സ്കൂളിൽ LKG ആക്കാൻ സാധിക്കും. അത് സ്പീച്ച് വന്നിട്ട് മാത്രമേ ചെയ്യാവൂ. ഈ വർഷം നവംബർ ആകുമ്പോ 4 വയസ്സാവും. അപ്പം അടുത്ത വർഷം ചേർക്കാൻ 4.5 കഴിയും. 4.5 വയസ്സാവും. അപ്പം അതിപ്പോ നമ്മുടെ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 4.5 വയസ്സിലല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കും. ഇപ്പൊ ഇടയ്ക്ക് ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം 4.5 വയസ്സാവും LKG ചേരുമ്പോഴത്തേക്കും. അപ്പം അടുത്ത വർഷത്തേക്ക് LKG ജോയിൻ ചെയ്യിപ്പിച്ചോളൂ. സംസാരം പതുക്കെ വന്നോളൂ. നമ്മൾ സ്പീച്ച് തെറപ്പി എടുക്കുന്നുണ്ട്. അപ്പൊ മോന് ക്ലാസ്സിൽ കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടി LKG ഇരിക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ. അതിൽ കുഴപ്പമില്ല. ലേറ്റ് ആക്കരുത്. സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ ലേറ്റ് ആക്കരുത്. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവർ മിസ്സായി പോകും. ഹലോ 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 കേക്കാമോ? എൻ്റെ പേര് കാവ്യ എന്നാണ്. എൻ്റെ മോൻ കേൾവിക്കുറവുള്ളതുകൊണ്ട് ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് ഇനിഷ്യലി തെറാപ്പി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ ബിഹേവിയറിലുള്ളൊരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് ഇപ്പോൾ വന്നേ. മോൻ അടിക്കും, എന്നെയാണ് കൂടുതലും അടിക്കുന്നത്. അപ്പോൾ അവന് ചുറ്റുമുള്ളവർ പറയുന്നത് ആര് പറയുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ എന്നെ അടിക്കും. ചിലപ്പോൾ അപൂർവം ചിലപ്പോൾ അവരെ അടിക്കും. അപ്പോൾ ഈ അടിക്കുന്ന ആ ഒരു ബിഹേവിയർ അവന് 1 വയസ്സും 8 മാസമാണ് ആയത്. അപ്പോൾ അത് ഈ പ്രായത്തിൽ നോർമലാണോ, അത് നോർമൽ അല്ലെങ്കിൽ അത് എങ്ങനെ മാറ്റിയെടുക്കാന്ന് അറിയാനാണ്. ഹലോ മാം കേക്കാൻ വയ്യ ഒന്ന്. ഹലോ കേൾക്കാമോ? ഇപ്പൊ കേക്കാം. 1.25 വയസ്സെന്നല്ലേ പറഞ്ഞത് കുട്ടിക്ക്? അല്ല, 1 വയസ്സും 8 മാസവും. 1.25 വയസ്സായിട്ടുണ്ട് അല്ലേ? ചോദിച്ചത് ഈ അടിക്കുന്നത് ഈ പ്രായത്തിനെ ചേർന്നാണെന്നല്ലേ? അതെ. സാധാരണ കുട്ടികളൊക്കെ അത് അവരെങ്കിലും കണ്ടുപഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരല്ലാതെ ചെയ്യുന്നതായിരിക്കാം. പലപ്പോഴും ചെറിയ കുഞ്ഞാണെന്ന് വിചാരിച്ച് ഈ അടിക്കുമ്പോൾ നമ്മൾ അടി കൊണ്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും അടിക്കുന്നത് കാണുമ്പോൾ ചുറ്റുള്ള ആൾക്കാർ ചിരിക്കും. അടിക്കുന്നത് കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു കളിക്കായിട്ട് എടുക്കും. അപ്പൊ ഈ ചിരി കാണുമ്പോൾ പലപ്പോഴും വിചാരിക്കും നമുക്കത് അടിക്കാം എന്നുള്ള ആ ഒരു ബിഹേവിയർ കുഞ്ഞോട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ദേഷ്യം വരുമ്പോ കുട്ടി അടിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അമ്മയെ മാത്രം ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയെ അടിക്കുന്നു, വേറെ ആരും അടിക്കുന്നില്ല. ഇല്ല ആരെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അപൂർവമായിട്ട് അങ്ങനെ അടിക്കും. എനിക്കാണ് കൂടുതലും കിട്ടുന്നത്. വീട്ടിലുള്ള ആൾക്കാര് വേറെ ആൾക്കാരെയും അടിക്കാറുണ്ട് അപൂർവമായിട്ട്. ആൾക്കാരെ ആരെങ്കിലും അടിക്കാറുണ്ട് അതുപോലെ? ഇല്ല. അപ്പൊ എന്തുകൊണ്ട് അമ്മയെ മാത്രം അടിക്കുന്നു? ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് അമ്മയായിട്ടായിരിക്കും അല്ലെ? അടി കൊണ്ടുകൊണ്ടുണ്ടായിരിക്കും അല്ലെ? അതൊരു കുഞ്ഞാ ഒരു ഹാബിറ്റ് അവിടെ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. പഠിക്കുന്നത് ഒരിക്കലും ആ പ്രായത്തിന് ചേർന്നതല്ല. പ്രത്യേകിച്ച് നമുക്ക് ദേഷ്യം വരും അല്ലെ? കുഞ്ഞിന് സംസാരം ഉണ്ടോ? 1.25 വയസ്സിൻ്റെതായിട്ടുള്ള സ്പീച്ച് ഉണ്ടോ കുട്ടിക്ക്? സ്പീച്ച് ഉണ്ട് മോന്. സംസാരിക്കുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടോ ഒന്നും കുട്ടിക്കില്ല. ഈ ഒരു സ്വഭാവം മാത്രമാണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ അടിക്കും, എല്ലാരും മുമ്പിൽ വെച്ച് ഇങ്ങനെ അടിക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട് കണക്ക് തോന്നും.
ഞാൻ ഇവന്റെ അടുത്ത് ഞാൻ അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ മോന് സ്പീച്ച് തെറാപ്പി എടുക്കുന്നുണ്ട്. അപ്പൊ ടീച്ചറിനോട് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അവ അടിക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് നിഷില് തന്നെ ഇവിടെ തെറാപ്പി എടുക്കുന്നുണ്ട്. തെറാപ്പി അതാ ഞാൻ പറഞ്ഞിരുന്നു കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞതാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. തെറാപ്പി എടുക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഒരു ലാംഗ്വേജ് ഡിലേ ഉണ്ട്. പലപ്പോഴും അവർക്ക് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റാണ്ടാകുമ്പോഴേക്കും അവർ ഈ ഇങ്ങനത്തെ ഒരു ബിഹേവിയറിലൂടെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ ആ ഒരു ദേഷ്യമോ ഇറിറ്റേഷനോ ഉണ്ടെങ്കിൽ അവര് അഗ്രസീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബിഹേവിയർ വഴി അവർ എക്സ്പ്രസ് ചെയ്യാൻ നോക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ചെയ്യേണ്ടത് അമ്മയെ മാത്രമാണ് ആള് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ നമ്മളത് അടി കൊണ്ടുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അമ്മ പറഞ്ഞു ആൾക്കാരെ കാണുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു അല്ലേ? അമ്മ പ്രതികരിക്കുന്നത് എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കാറുണ്ടോ? പ്രതികരിക്കുന്നുണ്ട്. ഉണ്ട്. ഞാൻ മുഖം ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ മുഖം ഇത്തിരി ദേഷ്യഭാവത്തിലാക്കാറുണ്ട്. അപ്പൊ അവന് മനസ്സിലാവും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവന് മനസ്സിലാവും. അപ്പൊ ഒരു തവണ അവ അടിക്കുള്ളൂ. അപ്പോഴേക്കും ഞാൻ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള മുഖഭാവം ഞാൻ എടുക്കും. അപ്പൊ അവൻ മനസ്സിലാവും, പിന്നെ അവ അടിക്കൂല. പക്ഷെ അതേപോലെ വേറൊരു സാഹചര്യം അതേപോലെ വരുമ്പോ അവ അടിക്കും അപ്പോഴും. അപ്പൊ അത് നിർത്തും. മുഖഭാവം ഒന്ന് മാറുമ്പോ അവൻ നിർത്തും. പക്ഷെ പിന്നീട് ഇതേപോലെ ഒരു സാഹചര്യം വരുമ്പോ അവൻ പിന്നെ അടിക്കും. കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇപ്പോഴും തെറാപ്പി അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാ. അപ്പൊ ഒന്ന് നേരിട്ട് വരാൻ പറ്റുമോ? സൈക്കോളജിസ്റ്റിനെ നമ്മൾ കാണിക്കാൻ പറ്റുമോ? ഞങ്ങളിവിടെ തൊട്ടടുത്താ താമസിക്കുന്നത്. ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുക. അപ്പോയിന്റ്മെന്റ് എടുക്കുക, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് കാണുക. ശരി. ഓക്കെ ശരി. ഓക്കെ. ഹലോ, ചോദ്യമാണോ അമ്മ? ചോദിച്ചോളൂ. ഹലോ, ചോദ്യമാണോ? ചോദിച്ചോളൂ. മേഡം. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. മേഡം, പിന്നെ എന്റെ മോള് അങ്കമാടി പഠിക്കണം. 4.5 വയസ്സായി. അംഗൻവാടി പഠിക്കുകയാണ്. 4.5 വയസ്സായി. പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ മേഡം, കേൾക്കുന്നോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മോന് 4.5 വയസ്സായി, അംഗൻവാടി പഠിക്കുന്നു. പറഞ്ഞു. കേൾക്കുന്നുണ്ട് അമ്മ, പറഞ്ഞോ. 4.5 വയസ്സായി. പക്ഷെ എല്ലാ കാര്യങ്ങളും മേഡം എല്ലാം സംസാരിക്കും. കാര്യങ്ങളെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചിലത് വാക്കുകൾ തിരിഞ്ഞു വരൂല. ചിലത് സംസാരിക്കണത് ഇപ്പൊ കാക്ക എന്ന് പറയുന്നത് താത്താന്നായിരിക്കും പറയണത്. കുപ്പിക്ക് തുപ്പി, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങള്. സ്പീഡിന് സംസാരിക്കും, പാട്ടൊക്കെ പാടും, എല്ലാം ചെയ്യും. ചിലത് തിരിഞ്ഞു വരുന്നില്ല. അതിപ്പോ എന്ത്? ഹലോ മാഡം, എന്തായാലും കുഞ്ഞിന് ഹലോ കേൾക്കാവോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ മേഡം, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം മേഡം, കേൾക്കാം. കുഞ്ഞിനെ എന്തായാലും സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിക്കണം. ഉച്ചാരണ പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നു കേട്ടിട്ട്. അതെന്തുകൊണ്ടാണ് ആ ഉച്ചാര പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഉടനെ തന്നെ അടുത്തുള്ള ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണിക്കുക കേട്ടോ. കേട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ചോദ്യം കൂടി എടുക്കാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. മിസ് റോസ്മേരി ജേക്കബ് ചോദ്യം ചോദിക്കാനാണോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ചോദ്യം കൂടി എടുക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, ചോദ്യമില്ല. ശരി. കോണ്ടാക്ട് നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീനിൽ കാണാവുന്നതാണ് കോണ്ടാക്ട് നമ്പേഴ്സ്. എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിഡ സ്ട്രീമിന്റെ കോണ്ടാക്ട് നമ്പറും ഇന്നത്തെ ക്ലാസ് എടുത്ത മാഡത്തിന്റെ നമ്പറും സ്ക്രീനിലുണ്ട്. മറ്റു ചോദ്യങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ചാറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്.
ഇനി കൂടുതൽ ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നിഡാസ് ടീമിന്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ നിഡാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ ക്ലാസ് കൈകാര്യം ചെയ്ത മിസ് അശ്വതി മാഡത്തിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു അശ്വതി മാഡം. അതോടൊപ്പം നമുക്ക് അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു എവരിവൺ. ഇപ്പോ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്, ഒരു ചോദ്യാവലിയാണ്. എല്ലാ പാർട്ടിസിപ്പൻസും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ചോദ്യാവലി കൂടി പൂരിപ്പിക്കേണ്ടതാണ്. ലിങ്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. ഇന്നത്തെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത നിഡാസ് അടുത്ത മാസമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നിഡാസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. താങ്ക് യു.